ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വിശിഷ്യ കർത്തൃവേലയിലായിരിക്കുന്ന അവിടുത്തെ ദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 11 മാസവും സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചു, വഴി നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയം, ആ വിഷയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണമാണ് കഴിഞ്ഞ 1-2 ആഴ്ച നമ്മൾ സംസാരിച്ചത്. അതായത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു വിഷയമാണ് നേരത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നൊരു വിഷയത്തിലേക്ക് വരാൻ ഇടയായി. അതായത് നാമാണ് അത്യുന്നതൻ്റെ മന്ദിരം, ആ മന്ദിരം എത്രത്തോളം സമർപ്പിതമായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 1-2 മാസം തന്നെയായും തോന്നുന്നു ഇങ്ങനെ ആ വിഷയം നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് വരുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊട്ടാരക്കര ദേശത്തുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു അപ്പോസ്തലനിൽ നിന്ന് ചില വാക്കുകളൊക്കെ പുറത്തു വന്നത്. ലോകം മുഴുവനും ആ വീഡിയോസൊക്കെ കാണുകയും അതിൻ്റെ വിമർശനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സംസാരങ്ങളും ഒക്കെയായിട്ട് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ അതിലൊക്കെ സജീവമായിരുന്നു. അങ്ങനെ ആ സമയത്ത് പല ആളുകളും നമ്മളോട് സംസാരിക്കാനിടയായി. നിങ്ങളുടെ പെന്തിക്കോസ്റ്റ് ഇങ്ങനെയൊക്കെയാണോ, നിങ്ങളുടെ പാസ്റ്റേഴ്സ് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെയുള്ള നിലയിൽ നമ്മളോട് നേരിട്ട് സംസാരിച്ചവരുമുണ്ട്. അതല്ലാതെ പൊതുവേദികളിൽ ഇതൊരു വലിയ ചർച്ചയാക്കി എടുത്തുകൊണ്ട് ഓൺലൈൻ മീഡിയകളൊക്കെ അതുപോലെ മറ്റ് നാമധേയ ക്രൈസ്തവ കൂട്ടങ്ങളിലെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇത്തരം ടോപ്പിക്കുകളൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു ജനറലായൊരു മെസ്സേജ് പറയുമായിരുന്നു. എന്താണ് പെന്തക്കോസ്ത്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരും അവരുമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടായ്മ ആചരിക്കുന്ന ദൈവജനങ്ങളും അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മലയാളക്കരയിൽ പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ച കാലം മുതൽ സത്യവചനത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കേട്ട ചില സഹോദരങ്ങൾ അതിനോടനുബന്ധിച്ച് പറഞ്ഞു, അങ്ങനെയല്ല, ആദിമകാലം മുതൽ ആത്മപ്രവൃത്തിക്കും അനുഭവങ്ങൾക്കും ദൈവവചനത്തിനല്ലായിരുന്നു പ്രാധാന്യം, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യമെന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു സംസാരം വന്നു. അതുപോലെ തന്നെ ആ മെസ്സേജിൽ നമ്മൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകളെക്കുറിച്ച് സംസാരിച്ചു. അതായത് ഈ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റിൻ്റെ നയങ്ങളും രീതികളുമല്ല, തികച്ചും വ്യത്യസ്തമായൊരു ഗ്രൂപ്പാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഒത്തിരി പെന്തിക്കോസ്റ്റുകാർക്ക് വലിയ അലോസരം ഉണ്ടായി. അതിൽ ചിലരൊക്കെ എന്നോട് നേരിട്ട് സംസാരിച്ചു, പലരും മെസ്സേജുകൾ അയച്ചു, ശുശ്രൂഷയിലുള്ളവർ വിളിച്ച് അവരുടെ അതൃപ്തികൾ അറിയിച്ചു. പെന്തക്കോസ്റ്റിനേക്കാളും വലിയ മഹത്തരമാണ് ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നാണ് ഇതിനകത്ത് നിൽക്കുന്ന അവർ പറയുന്നത്. അപ്പോൾ അതിന് മറുപടി എന്നോണമാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചത്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചയിൽ നമ്മൾ ഈ ആദിമകാലത്ത് പെന്തക്കോസ്ത് സമൂഹം വചനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ള കാര്യത്തിന് ഊന്നൽ കൊടുത്താൽ സംസാരിച്ച്. സമയം പോയതുകൊണ്ട് അടുത്ത ടോപ്പിക്ക് ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളെ കുറിച്ച് പറയാൻ നമുക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മൾ സംസാരിച്ചു. ധാരാളം പേര് ആ പ്രസംഗങ്ങൾ കേട്ടു. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് എന്നെ പല സഹോദരങ്ങളും വിളിക്കാനിടയായി. പലർക്കും കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റ് സമൂഹത്തിനിടയിൽ ശുശ്രൂഷകരും വിശ്വാസികളും ഒന്നും അങ്ങനെ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നുള്ള വാക്കുകളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറുണ്ടായില്ല. അതും പെന്തക്കോസ്റ്റിൻ്റെ ഒരു വകഭേദം എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പെന്തക്കോസ്റ്റ് സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ഉപദേശങ്ങളും തത്വങ്ങളുമുണ്ട്. കണ്ടാൽ അതുപോലെയൊക്കെ തോന്നിക്കും. എന്നാൽ പാടെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇന്ത്യ ഗവൺമെൻറ് 500-ൻ്റെ 1000-ൻ്റെ ഒക്കെ നോട്ട് അച്ചടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളത് രാജ്യത്ത് പല ഭാഗത്തും അച്ചടിക്കും. അതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, നമുക്കറിയാവുന്ന സ്ഥലം ശിവകാശി. അതിന് നമ്മൾ പറയുന്നതാണ് കള്ളനോട്ടെന്ന്. അത് ഒറിജിനലിന് വെല്ലുന്ന രീതിയിലായിരിക്കും അച്ചടിക്കുന്നത്. ഒരു വ്യത്യാസവും കാണില്ല. സെയിം കളറും അതിൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ ഒരേ ഭാവം തന്നെയായിരിക്കും.
കളർ പാറ്റേൺ ആകട്ടെ, എല്ലാ പാറ്റേണും ആകട്ടെ, എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് കാണുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. പക്ഷേ ഈ ബാങ്കിങ് മേഖലകളിൽ, ഫിനാൻഷ്യൽ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് ശരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ റിസർവ് ബാങ്ക് ഗവർണർ അല്ല എന്ന് കാണുന്നവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് മനസ്സിലാവും. അത് അറിയാവുന്നവർക്ക് പിടികിട്ടും, അല്ലാത്തവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ വിഷയം ഇങ്ങനെ മുൻപോട്ട് പറഞ്ഞു കൊണ്ടുവന്നത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോയത്. ഒരളവിൽ വിശദീകരിച്ചെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരളവിൽ അങ്ങനെ പറഞ്ഞു വന്നെങ്കിലും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ഇന്ന് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കണം, കൊട്ടാരക്കരയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ കൊച്ചു വിപ്ലവം, അതായത് ലോകക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ കാട്ടിക്കൂട്ടിയ ആ കോമാളിത്തരത്തിൻ്റെ ശേഷം അടുത്ത എപ്പിസോഡ് കോട്ടയത്ത് നിന്ന് ആരംഭിക്കുകയാണ്. മൊത്തത്തിലൊരു എപ്പിസോഡ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബാംഗ്ലൂരിലുള്ള ഒരു അച്ചായിയുടെ മോൻ അവിടെ വന്ന് മാലോകരുടെ മുമ്പിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ മാനക്കേടുണ്ടാക്കിയ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് ആ കൊച്ചൻ അവിടെ വന്നിന്ന് പറഞ്ഞത്. അത് ഒത്തിരി പേർക്ക് അലോസരം ഉണ്ടാക്കി, ഒത്തിരി പേർ അതിനോടൊക്കെ പ്രതികരിച്ചു. എന്നാൽ വലിയ പങ്ക് ആളുകൾ നിസ്സംഗതയിലാണ്. അവരങ്ങനെ പറഞ്ഞതിന് എന്താ കുഴപ്പം, ഇവരിങ്ങനെ പറഞ്ഞതിന് എന്താ കുഴപ്പം, അതെന്താ കുഴപ്പം, ഇതെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ സുവിശേഷം അറിയിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിരന്തരം പരസ്യങ്ങൾ നടത്തുന്നു, വീടാന്തരം കയറി ഈ ട്രാക്റ്റുകളൊക്കെ കൊടുത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ വായടഞ്ഞു പോകുന്ന നിലയിലാണ് ഇവരുടെ കോമാളിത്തരങ്ങൾ. ഇവർ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് കോമാളിത്തരം കാണിക്കുന്നവരാണ്. ഈ ഫീൽഡിലൊന്നും ഇറങ്ങി അങ്ങനെ സുവിശേഷം പറയുകയോ ശരീരത്ത് പൊടി പറ്റുകയോ ഒന്നുമുള്ള അനുഭവത്തിലൂടെ പോകുന്നവരല്ല ഇവർ അപ്പർ ക്ലാസ് അപ്പസ്തോലന്മാരല്ലേ, സോ കോൾഡ് അപ്പസ്തോലന്മാർ. അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോദ്യങ്ങളൊന്നും അവരോടാരും ചോദിക്കാറില്ല. അവരുടെ ഫെലോഷിപ്പിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതൊന്നും ചോദ്യം ചോദിക്കുന്ന സൈസ് മനുഷ്യരല്ല. യാതൊരു ചോദ്യവും ചോദിക്കില്ല. അതെല്ലാം ഇങ്ങനെ കേട്ടിരിക്കും. എന്നാ പറഞ്ഞാലും ആമയും പറയും. അതുപോലെയാണോ നമ്മൾ ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ, ഒരു ജാക്കോബൈറ്റ് വിശ്വാസിയുടെ വീട്ടിൽ, ഒരു മർത്തോമക്കാരൻ്റെ വീട്ടിൽ, ഒരു കാത്തലിക്കിൻ്റെ വീട്ടിൽ കടന്നു എന്ന് സുവിശേഷം പറയുകയാണ്. ഇതാണ് സത്യോപദേശം, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷവിശ്വാസത്താൽ കരസ്ഥമാക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ അവരുടെ കയ്യിലെല്ലാം ഫോണുണ്ട്. ഉടനെ ഫോൺ ഓൺ ചെയ്യും. ഓൺ ചെയ്തിട്ട് സഹോദരി ഇരിക്കൂ, ട്രാക്റ്റുമായിട്ട് വന്ന സഹോദരി ഇരിക്കൂ, ഇതൊന്ന് കേൾക്കൂ, നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞത് എന്താണ്. ബാംഗ്ലൂരിലുള്ള സീനിയർ പാസ്റ്റേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി ആദ്യം അവരോട് സുവിശേഷം പറ, അവരെ നന്നാക്കിയിട്ട് വാ എന്നൊക്കെ ആളുകൾ പറയും. അതിനുള്ള അവസരമല്ലേ ഈ ബോഷന്മാരുണ്ടാക്കി കൊടുക്കുന്നത്. ഇവരുടെ വിടുവായിത്തരം ഞാൻ പറഞ്ഞ ഈ സാധാരണക്കാരായ ശുശ്രൂഷകർക്ക് ദോഷമാണ്. ഇവർ ലൈറ്റ് വെട്ടത്ത് നിന്നുകൊണ്ട് അവിടെ പുകയുണ്ട്, ലൈറ്റുണ്ട്, അങ്ങനെ കോമാളിത്തരം, അങ്ങനെ ലൈറ്റുണ്ട്, പുകയുണ്ട്, അവിടെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ സാധാരണക്കാർ ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ അനവധി ചോദ്യങ്ങൾ വരും സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കേണ്ടി വന്നു. നമ്മൾ പ്രതികരിക്കുന്നത് മറ്റ് പലരും പ്രതികരിക്കുന്ന പോലെയല്ല. ദൈവവചനം വെച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറയും. അതാണ് നമ്മുടെ ഒരു രീതി. അല്ലാതെ നമ്മളാരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും അങ്ങനെ പോകാറില്ല. ചിലരെല്ലാം അങ്ങനെയാണ് ധരിക്കുന്നത്. ചിലരെല്ലാം ചോദിക്കുന്നത് നിങ്ങൾക്ക് മിണ്ടാതിരുന്നു കൂടെ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ശുശ്രൂഷകൻ്റെ, ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വമാണ് ശുദ്ധവും അശുദ്ധവും വേർതിരിക്കുക എന്നുള്ളത്. മലിനവും നിർമ്മലിനവും വേർതിരിക്കുക, വിശുദ്ധവും സാമാന്യവും വേർതിരിക്കുക. അത് ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെ പിന്നെ അവനെ ശുശ്രൂഷകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ശുശ്രൂഷകരെ കാവൽക്കാരെന്നാണ് വിളിക്കുന്നത്. കാവൽക്കാർ. ചെന്നായി വരുമ്പോൾ ഇടയൻ ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ ചെവിയിൽ വെച്ച് പാട്ടൊക്കെ കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയല്ല. ഇടയൻ പ്രതികരിക്കും. ഇടയൻ ഗ്രാമർ ഇല്ലാതെ ശബ്ദം പുറപ്പെടുവിക്കും. ഗ്രാമറൊന്നും ഉണ്ടാകില്ല. ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡിൽ പറയണമെന്ന്. എനിക്കറിയില്ല. ചെന്നായി വരുമ്പോഴും ഇപ്പോൾ മൂർഖൻ പാമ്പ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് ഗ്രാമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാ പാമ്പ് വരുന്നു അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ചിലപ്പോൾ അലറി കൂവിക്കൊണ്ടായിരിക്കും പറയുന്നത്, ഓടി മാറിക്കോ പാമ്പ് കടിക്കും.
പാമ്പ് കടിക്കും. പാമ്പിൻ്റെ സ്വഭാവമാണ് കടിക്കുക എന്നുള്ളത്. ചെന്നായുടെ സ്വഭാവമാണ് ആടിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇടയൻ സംസാരിക്കും. അത് ഇടയൻ്റെ രീതിയാണ്. അതുപോലെ ഈ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം, സഭയാം തോട്ടം, അതിലേക്ക് ചെറുകുറുക്കന്മാർ വരുമ്പോൾ ഇടയന്മാർ ശബ്ദം പുറപ്പെടുവിക്കും. അതിൻ്റെ കാരണം കുറുക്കിന് കയറി നിരങ്ങാനുള്ളതല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത്. നോക്കുക, ഇതിനെല്ലാം വചനത്തിൻ്റെ പിൻബലത്തിലേ നമ്മൾ സംസാരിക്കാറുള്ളൂ. നമ്മളങ്ങനെ സംസാരിക്കുന്നതൊക്കെ. ചില ആളുകൾ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മളോട് ഇടപെടുന്നുണ്ട്. അതായത് ഒരു യൂട്യൂബ് ലൈവ് മെസ്സേജാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അത് പിന്നീട് യൂട്യൂബിൽ കാണുമ്പോൾ അതിനനുസരിച്ച് കമൻസൊക്കെ ആയിട്ട് ചിലർ വരും. ചിലർ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ എന്നെ കാണാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ സഹോദരങ്ങളോടും വളരെ സ്നേഹബുദ്ധിയെ പറയട്ടെ, ഇതൊരു യൂട്യൂബ് ലൈവ് മീറ്റിംഗ് അല്ല. ഞാനൊരു യൂട്യൂബറും അല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധന്മാരുമായി ഒരുമിച്ച് കൂടി ദൈവവചനം പങ്കുവെക്കുകയാണ്. വിശദമായി കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ ഞങ്ങൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനം മുഴുവനും കാൽവറിയിലെ ക്രൂശിനെ മുൻനിർത്തിയാണ്. പലരായ ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്നത് ആ ക്രൂശ് വഴിയാണ്. ആ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധന്മാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മെസ്സേജുകളൊക്കെ പിന്നത്തേതിൽ പല പ്രിയപ്പെട്ടവരും താല്പര്യപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മെസ്സേജുകളാണ് നിങ്ങളിൽ പലരും കേൾക്കുന്നത്. അല്ലാതെ നേരെ യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിക്കുന്നതല്ല. അപ്പോൾ ഡയറക്റ്റ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സ്നേഹിതരായ, ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നതും ഒക്കെയായ പല സഹോദരങ്ങൾ, അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് ദൈവവചനത്തിൻ്റെ നിർമ്മലത പങ്കുവെക്കേണ്ടതുണ്ട്. ഭേദാഭേദങ്ങളെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വഴി ഇതാണെന്ന് പറയേണ്ടതുണ്ട്. ചില മുഖംമൂടികൾ വലിച്ചു കീറേണ്ടതുണ്ട്. വ്യാജങ്ങളെയും വഞ്ചനകളെയും തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിന് അപ്പുറത്തേക്ക് ആരുടെയും വ്യക്തിപരമായ കാര്യത്തിലേക്കോ മറ്റ് ഈ പറയപ്പെടുന്ന ഈ സോക്കോൾഡ് അപ്പോസ്തലന്മാരുടെ ഒന്നും ഫാമിലി ലൈഫിലേക്കോ പേഴ്സണൽ ലൈഫിലേക്കോ ഒന്നും നമ്മൾ എത്തി നോക്കാറില്ല. അതൊന്നും നമ്മുടെ സബ്ജക്റ്റല്ല. ദൈവജനം വഞ്ചിക്കപ്പെടരുത്. ദൈവജനം ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. വീണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയത്തിലേക്ക് തന്നെ വന്ന് അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റും ഇപ്പോൾ പൊട്ടിമുളച്ചു വന്നിരിക്കുന്ന ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകളും തമ്മിലുള്ള വലിയ അന്തരങ്ങൾ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതിനുതകുന്നതായ ചില ചാപ്റ്ററുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരികയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്, എബ്രായ ലേഖനത്തിൽ നിന്ന്, അതുപോലെ 2 ദിനവൃത്താന്തത്തിൽ നിന്ന്, അതുപോലെ 2 രാജാക്കന്മാരിൽ നിന്ന്, പിന്നെ വേറെ ചില ഭാഗങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതിലെല്ലാം എത്തിച്ചേരാൻ കഴിയുമെന്ന്. എന്തായാലും ഈ പറഞ്ഞതിൻ്റെ ഒരു പാതി ഭാഗത്തെങ്കിലും നമുക്ക് എത്തണം. മുഴുവനും തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ പറയപ്പെടുന്ന സഹോദരങ്ങളെല്ലാം ഒരു മായാലോകത്താണ്. ഇവരൊരു മായാലോകത്താണ്. ഇവരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവരേതെങ്കിലും ഒരു വചനഭാഗം തെളിഞ്ഞു വരുന്നത് ആ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് മുൻപോട്ട് പോകും. അതിന് മുകളിലും താഴെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കില്ല. അതിന് പാരലലായിട്ടുള്ള വചനങ്ങൾ എന്താണെന്ന് അന്വേഷിക്കില്ല. ആ പുസ്തകം ഏത് പുസ്തകമാണോ ആ പുസ്തകത്തിൻ്റെ ആകത്തുക എന്താണെന്ന് അന്വേഷിക്കില്ല. പുതിയ നിയമത്തിൻ്റെ ആകത്തുക എന്താണെന്ന് അന്വേഷിക്കില്ല. ഇതൊന്നും അന്വേഷിക്കാതെയാണ് ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പറഞ്ഞു വരുന്നത്. കാരണം പെന്തക്കോസ്റ്റിലെ ശുശ്രൂഷകരിൽ പലരും ഇന്ന് ഈ ന്യൂ ജനറേഷൻ ട്രെൻഡിന് അടിമപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആൾ കൂടണം, അവരുടെ കാര്യങ്ങൾ നടക്കണം, നല്ല പച്ചപ്പിൽ നടക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ച് പോകേണ്ടതുണ്ട്. അല്ലാതെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം തുറന്നു വെച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ധാരാളം പേരത് ശ്രദ്ധിച്ചു. ആ കൂട്ടത്തിൽ പാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്, സീനിയർ പാസ്റ്റേഴ്സും ഒക്കെ ശ്രദ്ധിച്ചു. ആ മെസ്സേജിനകത്ത് നമ്മൾ ഈ കോട്ടയത്ത് നടന്ന പ്രോഗ്രാമിനെ ചെറുതല്ലാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, വിമർശിച്ചിരുന്നു. നമുക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് പെന്തക്കോസ്ത് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളുടെ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. ചിലരൊക്കെ കിടന്ന് പറയുന്നുണ്ട് 30,000 വന്നു, 40,000 വന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് വന്നോ പോയോ എന്നുള്ളതല്ല. അവിടെ ആ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടിയ ഒരു കൊയറുണ്ട്.
ആ കുഞ്ഞുങ്ങളൊക്കെ ഒരു പക്ഷേ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ പുറമെ നിന്ന് വന്നവരൊക്കെ ആയിരിക്കാം. ഏത് വിധേനയാണെങ്കിലും അവർ ഒരു അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്നവരാണ് എന്ന് പ്രഥമദൃഷ്ടിയ അവരെല്ലാം ഒരു അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാണെന്ന് പ്രഥമദൃഷ്ടിയ നമുക്ക് തോന്നുന്നു. അവരുടെ പേഴ്സണൽ ലൈഫൊന്നും നമുക്കറിയില്ല. അത് വെച്ച് അവർ അറിഞ്ഞതും പഠിച്ചതുമായ രീതിയിൽ അവർ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ പല രാജ്യത്തു നിന്നും പല ദേശത്തു നിന്നും ഒക്കെയുള്ള ആളുകൾ വർഷിപ്പ് ലീഡേഴ്സിനൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ കുട്ടികളുടെ ഹൃദയമല്ലേ സ്പോയിലായി പോകുന്നത്. അവരെല്ലാം വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോയി, അതേസമയം യാതൊരു സ്ട്രിക്ട്നെസ്സും ഇല്ലാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പല ആളുകൾ സഞ്ചരിക്കുന്നു, എന്നിട്ടും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ വമ്പൻ വർഷിപ്പ് ലീഡേഴ്സാണ്, അവരുടെ മുമ്പാകെ നമ്മുടെ പാസ്റ്റേഴ്സൊക്കെ പഞ്ചപുച്ചമടക്കി നിൽക്കുകയാണ്, പിന്നെ ഞാനായിട്ട് എന്തിനാ ഇത്ര വലിയ വിശുദ്ധിയും പാർവാടൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് ഈ കുട്ടികളുടെ ഉള്ളിൽ പിശാച് മന്ത്രിക്കും. ഈ മീറ്റിംഗ് കൊണ്ട് സംഭവിക്കുന്നത് ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾ ഇളകിയതും മറിഞ്ഞതും ഒക്കെയാണ് പലരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതൊന്നും അല്ലെന്നേ. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ് ചർച്ചുകളിൽ ഉപദേശത്തിൻ്റെ ശോഷണം ഉണ്ടാകും. പല കാര്യങ്ങളിലും പാസ്റ്റർമാർ പറഞ്ഞാലൊന്നും വിശ്വാസികൾ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്ത ഒരു തലത്തിലേക്ക് പോകും. അതിനുള്ള പണിയാണ് ഇപ്പോൾ പാസ്റ്റർമാരെന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞു, പെന്തക്കോസ്റ്റിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഈ ന്യൂജൻ പെന്തിക്കോസ്റ്റിന് അനുകൂലമാണ്. ലീഡർഷിപ്പിലിരിക്കുന്ന വലിയ പങ്കും. അതുപോലെ നമ്മുടെ തലമൂത്ത ശുശ്രൂഷകന്മാരിൽ വലിയ പങ്കും ഈ ട്രെൻഡിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഒരു ഭക്തനായ ദൈവദാസൻ എന്നെ ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സങ്കടവും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പും എന്നെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, സഹോദരൻ എന്താ ഈ പറഞ്ഞത്, തലമുതിർന്ന പാസ്റ്റേഴ്സും തലനിരച്ചവരുമായ പാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനൊരു തലനിരച്ച പാസ്റ്ററാണ്, ഒരു സീനിയർ പാസ്റ്ററാണ്. ഞാൻ ഇങ്ങനത്തെ ട്രെൻഡുകളെയൊന്നും അംഗീകരിക്കുന്ന ആളല്ല. ഞാൻ വർഷങ്ങളായി ഈ സത്യവിശ്വാസത്തിനും ഉപദേശത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. അപ്പം എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ തലയൊക്കെ നരച്ചതാണ്. ആ നരച്ച തല ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അത് കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ വേറെ ഒന്നിനും താൻ പോയിട്ടില്ല. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ചെയ്തു തീർക്കുക എന്നുള്ള ആ ഒരു ഉദ്യമത്തിലാണ് താൻ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ തലമൂത്ത ശുശ്രൂഷകരെല്ലാം ഈ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ യോജിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു തെറ്റായ പദപ്രയോഗമാണ്. ഇനി സംസാരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നാക്കുപിഴകൾ വരും നമുക്ക്. അങ്ങനെ സംഭവിച്ചതായിട്ടും പരിഗണിക്കാം. ഒരു കാര്യം ഞാൻ പാസ്റ്റർക്ക് ഉറപ്പ് നൽകാം, ഞാൻ ആ മെസ്സേജ് ഒന്ന് കേൾക്കാം. അതിൻ്റെ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കാം, ഞാനത് ഒബ്സർവ് ചെയ്തിട്ട് കൃത്യമായും അടുത്ത ആഴ്ചത്തെ മെസ്സേജിൽ ഞാൻ ക്ഷമാപണം നടത്താം. എത്രയോ ഭക്തന്മാരായ ദൈവദാസന്മാർ, തലനരച്ചവരും തലമുതിർന്നവരുമായവർ മലയാളക്കരയിലും ലോകമെമ്പാടുമുണ്ട്. അതിൽ പലരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. പലരുമായിട്ടും തലമുതിർന്നവരും തലനരച്ചവരുമായ പലരുടെയും ശിക്ഷണത്തിൽ അവരിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇപ്പം ഞാനത് ഒബ്സർവ് ചെയ്തു സഹോദരങ്ങളെ. ഒബ്സർവ് ചെയ്തപ്പോൾ അതിനകത്ത് പറയുന്നത്, ഈ ഇന്നത്തെ ലീഡർഷിപ്പിലുള്ള ബഹുഭൂരിപക്ഷവും ഇതിനൊക്കെ അനുകൂലമാണ്. അവർ മൗനത്തിലാണല്ലോ മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, തലമുതിർന്നവരും തലനരച്ചവരുമായ വലിയ പങ്കും ഈ ട്രെൻഡിന് അനുകൂലമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട വാക്കാണ് വലിയ പങ്കെന്നുള്ളത്. അത് വലിയ പങ്ക് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം എന്നാണ് അർത്ഥം. വലിയ പങ്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിപക്ഷം, അതായത് മെജോറിറ്റി. അപ്പോൾ ഒരു മൈനോറിറ്റി ഉണ്ട്, ഒരു ന്യൂനപക്ഷമുണ്ട്, ഒരു ചെറിയ പങ്കുണ്ട്, അല്ലേ? ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിലാണ് ആ ദൈവദാസനെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. വലിയ പങ്ക് ഈ കൂടെയല്ലേ. ഈ സീനിയർ പാസ്റ്റേഴ്സ് ആരെങ്കിലും ഇതിനെയൊക്കെ എതിർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സീനിയർ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പല ആളുകളും യൂട്യൂബിൽ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുക. കൊട്ടാരക്കര അപ്പോസ്തലനെ ഏഷ്യൻ പെയിൻ്റ് അടിക്കാനായിട്ടും ബാംഗ്ലൂരിലെ അപ്പോസ്തലന്മാരെ പെയിൻ്റ് അടിച്ച് മിനുക്കാനൊക്കെ ആയിട്ട് അവരൊക്കെ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുക. അവരെല്ലാം ഈ സ്റ്റേജിലുണ്ടല്ലോ. നമ്മൾ പറയുന്ന അഗ്നിനാവുകാരൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു, വേറെ പലരും ഉണ്ടായിരുന്നു. അവരോടുകൂടെ വേദി പങ്കിട്ടതാരാ? ഡ്യൂപ്ലിക്കേറ്റ് പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാർ. ഡ്യൂപ്ലിക്കേറ്റ് പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് എന്തോ അതിൻ്റെ അസൽ ഡ്യൂപ്ലിക്കേറ്റ്. അവരൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന്
കൈ കോർത്തു പിടിച്ച് അവർ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാണ്, ഞങ്ങൾ ഒന്നാണെന്ന്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന നമ്മൾ എന്ത് പറയണം? നിങ്ങൾ ഒന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയാനൊരു സ്വാതന്ത്ര്യം നമുക്കില്ലേ? അവർ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാണ് ഞങ്ങൾ ഒന്നാണെന്ന്. അതിനെ അംഗീകരിക്കാതിരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുപോലെ നമുക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഒന്നല്ല എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ കൂട്ടത്തിലാണ് പറഞ്ഞത്, തലനരച്ചതും തലമുതിർന്നവരുമായ പലരും കോംപ്രമൈസ് ചെയ്തവരാണ്. അവരുടെ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് വന്നപ്പോൾ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി അവർ പലരും ഗ്രീൻ കാർഡൊക്കെ കിട്ടിയവരാണ്. ഇവരും ഗ്രീൻ കാർഡൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ പോയി മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പലരും. ഇന്ത്യ കിടന്ന് മരിച്ചാൽ പോരാ. ഈ അടുത്തിടയ്ക്ക് ഒരു പാസ്റ്റർ അമേരിക്കയിൽ പോയി മരിച്ചു. അദ്ദേഹത്തിൻ്റെ 5 മക്കൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ നാട്ടിൽ കിടന്ന് മരിക്കുന്നത് മര്യാദയല്ല, മക്കളുടെ അടുത്ത് പോയി മരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. എനിക്കറിയാവുന്നൊരു സീനിയർ പാസ്റ്റർ, അദ്ദേഹം വടക്കേ ഇന്ത്യയിലൊക്കെ ഒത്തിരി ശുശ്രൂഷിച്ച ഒരു ദൈവദാസനാണ്. ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം ഞാനുമായിട്ട് നല്ലൊരു അടുപ്പത്തിലായിരുന്നു. കാരണം അദ്ദേഹം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടൊരു ദൈവദാസനല്ലേ. മൊത്തം നരച്ച ആ ദൈവദാസനുമായിട്ടൊക്കെ ഞാൻ സഹകരിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മകള് അമേരിക്കയിലുണ്ട്. എൻ്റെ സജി, എനിക്ക് അമേരിക്കയിലൊന്ന് പോയിട്ട് മരിച്ചാൽ മതിയെന്ന്. എൻ്റെ കർത്താവേ, അതൊരു വല്ലാത്ത വർത്തമാനമാണല്ലോ എന്ന് ഞാനൊന്ന് മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ 2-3 മാസത്തിന് ശേഷം അദ്ദേഹം മകളുടെ അടുക്കിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ ചെന്ന് 1 മാസം നിന്നില്ല, അദ്ദേഹത്തിന് കലശലായ അസുഖം വന്നു. അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തോ ചെറിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തൽക്കാലത്തെ ഒരു മുട്ടുശാന്തിയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ നേരെ ഇന്ത്യയിലേക്ക് അയച്ചു. അമേരിക്കയിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. ഇന്ത്യയിലേക്ക് വന്ന് ബാംഗ്ലൂരിൽ വന്ന് ഇവിടുത്തെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത്. അതായത് ഒരു 10-15 ദിവസത്തിനുള്ള ആൾ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഇതാണ് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. കോംപ്രമൈസ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ ഈ പൊന്നാടി അണിയിക്കുക, ഷാൾ അണിയിക്കുക എന്നൊക്കെ പറയുന്നത്, ആദരിക്കുക, ഭയങ്കര ആദരം കിട്ടുന്ന കർത്താവിൻ്റെ വേലക്കാർക്ക് ഈ ഭൂമിയിൽ ആരാദരം കൊടുക്കാനാ? ഇവിടെ അവർക്കൊരു ആദരവില്ല. അവർക്ക് ആദരം കിട്ടുന്നത് കാഹളം തുനിക്കുമ്പോഴാണ്. അവർ അടർക്കളത്തിലാണ്, അവർ ഓട്ടക്കളത്തിലാണ്, അവർ കോട്ട കാത്തുകൊണ്ടിരിക്കുകയാണ്. കോട്ട കാത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അന്നേരം പിടിച്ച് ആദരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ആദരവുണ്ടോ? അല്ലെ, വേല പൂർത്തിയാക്കണം. വേല പൂർത്തിയാക്കിയിട്ട് വിശ്രമിക്കണം. ഒരു ശുശ്രൂഷകൻ്റെ വേല പൂർത്തിയാകുന്നത് മരണത്തോടു കൂടിയാണ്. അതുവരെ അവൻ വേലയിലാണ്, ശുശ്രൂഷയിലാണ്. അവൻ ഒരാളുടെ ആദരം വാങ്ങാൻ നിൽക്കില്ല. ഒരു മനുഷ്യൻ്റെ ആദരം വാങ്ങാൻ നിൽക്കുന്നവനല്ല യഥാർത്ഥ വേലക്കാരൻ. ഓക്കെ, ഈ ഭാഗം ഞാനിങ്ങനെ അധികം പറയുന്നില്ല. ആ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത എന്നോട് പങ്കുവെച്ചത് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഏറ്റെടുത്തു. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു, ഞാൻ പരിശോധിച്ചു. ഉത്തരം ഇതാണ്, വലിയ പങ്കെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ആ വലിയ പങ്കിൽ ഒരിക്കലും കാണുന്നില്ല. അദ്ദേഹം ചെറിയ പങ്കിൻ്റെ കൂടെയാണ്, അദ്ദേഹം ശേഷിപ്പിൻ്റെ കൂടെയാണ്, അദ്ദേഹം സത്യവിശ്വാസത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, ടെലിഫോണിൽ മാത്രം സംസാരിച്ച ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ക്രൂശ് വഹിക്കുന്നവരാണ്. ആ ഒരു സ്നേഹബന്ധം പുതുക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ മത്തായി 10 വരികയാണ്, സമയം ഒട്ടും കളയാനില്ല. മത്തായി 10:5 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും തമ്മിലുള്ളൊരു അന്തരമാണ്. പെന്തിക്കോസ്റ്റ് സമൂഹത്തിലെ ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും ദൈവം തൻ്റെ വചനം തുറന്നു കൊടുത്തതും അവരുടെ ബോധ്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അതേസമയം മറു സൈഡിലെ ബോധ്യമില്ലായ്മയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അവരെ മോശക്കാരാക്കുന്നതോ അവരെ കുറച്ച് കാണുന്നതോ ഒന്നുമല്ല. ഈ അന്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത് അയക്കുന്ന കാര്യമാണത്. അവിടെ അവരെ പറഞ്ഞയക്കുന്നത്, നിങ്ങൾ ഇസ്രായേലിൻ്റെ നടുവിലേക്ക് കടന്നുപോയി ദൈവരാജ്യം സമീപിച്ചെന്ന് പ്രസംഗിക്കാനാണ് പറഞ്ഞു വിടുന്നത്. ദൈവരാജ്യം സമീപിച്ചു, ശമരിയിലേക്കോ വെളിയിലേക്കോ ഒന്നും പോകരുത്, ഇസ്രായേലിൻ്റെ നടുവിൽ മാത്രം ഈ കാര്യം ഘോഷിക്കുക, ദൈവരാജ്യം സമീപിച്ചു. അതുപോലെ നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, പിന്നെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചില വിടുതലുകളൊക്കെ കൊടുക്കുക എന്ന് നമ്മുടെ പെന്തക്കോസ് ഭാഷയെ പറയും. അങ്ങനെ ചില വിടുതലുകളൊക്കെ കൊടുത്ത് ശുശ്രൂഷയൊക്കെ പൂർത്തീകരിച്ചു വരാൻ പറയുകയാണ്. അങ്ങനെ അവർ ആ ശുശ്രൂഷയ്ക്കൊക്കെ പോയി മടങ്ങി വന്നിട്ട് പറയുകയാണ്, വൻ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതങ്ങളൊക്കെ കീഴടങ്ങുന്നു. അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ കർത്താവ് അതിനെ ലഘൂകരിച്ചിട്ട് പറയാണ്, അതിലൊന്നുമല്ല കാര്യം, നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്ത് സന്തോഷിപ്പിനെന്ന് പറയുകയാണ്.
അതൊക്കെ കഴിഞ്ഞ് അവർ കർത്താവിൻ്റെ കൂടെ നടന്ന് അഭ്യസനം ആരംഭിച്ചു. അങ്ങനെ ദീർഘമായി മുൻപോട്ട് പോയി. ഏതാണ്ട് ഒരു 3 വർഷം കഴിയുന്നു കർത്താവിൻ്റെ ക്രൂശീകരണം. പിന്നത്തേതിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം. ആ സ്വർഗാരോഹണത്തിന് മുമ്പ് അവരെ ആ ഗ്രേറ്റ് കമ്മീഷനിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അവരോട് പറയാണ്, മത്തായി 28-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ 2 ചാപ്റ്ററും ഞാൻ ചേർത്ത് വെച്ച് നിങ്ങളോട് പറയുകയാണ്. അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ദൈവരാജ്യം സമീപിച്ചെന്ന് പ്രസംഗിക്കാനല്ല പറഞ്ഞത്. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവമായ ആഴം എന്താ? സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിച്ച് അവരുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കണം. മത്തായി 10 എന്താ പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചു എന്നാ പ്രസംഗിച്ച് നടന്നത്. അന്ന് അവർ അഭിഷേകമൊന്നും പ്രാപിച്ചിട്ടില്ല. അവരന്ന് ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ല. തിരുവെഴുത്തുകൾ അതിൻ്റെ നിലയിൽ ആഴത്തിൽ അവർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അവരുടെ ശുശ്രൂഷയുടെ ഈ തുടക്ക സമയത്ത്, ഈ 3 വർഷത്തിൻ്റെ ആരംഭ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം അവർ കടന്നുപോയി രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി. അതൊക്കെ ശരിയാണ്. എന്നാൽ മത്തായി 28 വരുമ്പോൾ അജഗജാന്തര വ്യത്യാസമാണ്, ഭയങ്കര വ്യത്യാസമാണ്. ഈ ശുശ്രൂഷകളെല്ലാം സിമ്പിൾ ശുശ്രൂഷകളാണ്. അതേസമയം മത്തായി 28 പറയുന്നത് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്, ബലപ്രയോഗത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്, ബലവാനെ പിടിച്ചു കെട്ടാനാണ് പറയുന്നത്, വാഴ്ചകളെ അധികാരങ്ങളെ കാൽക്കീഴിലിടാനാണ് പറയുന്നത്. എന്നിട്ട് ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കണം. അതാണ് മത്തായി 28ന്റെ പ്രാധാന്യം. ആ കൂടെ ചേർത്ത് പറഞ്ഞ എന്താ? അങ്ങനെ അവരെ ഓരോരുത്തരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിന്നാണ്. മത്തായി 28ന്റെ പ്രാധാന്യം ശിഷ്യന്മാരെ വാർത്തെടുക്കുക എന്നുള്ളൊരു ഒരു കമ്മീഷനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ശിഷ്യന്മാരെ ഉണ്ടാക്കുക, അല്ലാതെ അത്ഭുതം അടയാളം ചെയ്യുന്ന കാര്യത്തിനല്ല പ്രാധാന്യം. മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ രോഗികളെ സൗഖ്യമാക്കുന്നതോ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, ഇതിനൊന്നുമല്ല പ്രാധാന്യം. അതല്ല സൈഡ് മാത്രം. പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താ? അവരെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എന്തിനാ? ദൈവരാജ്യം ഘോഷിക്കാനാണ്, ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം, അവരെ പണിതൊരുക്കണം, അവരെ ക്രിസ്തുവിൻ്റെ അതേ ഇമേജിലേക്ക് കൊണ്ടുവരണം. എന്നുവെച്ചാൽ അവരെ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമ ധരിക്കുമാറ് ക്രിസ്തുവിൻ്റെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരണം, ആ തേജസ്സിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. അതിനവരെ ഉപദേശിക്കണം, പഠിപ്പിക്കണം, അതായത് ടീച്ച് ചെയ്യണം, നല്ല നിലയിൽ ടീച്ച് ചെയ്യണം. ശാസിക്കേണ്ടതുണ്ടെങ്കിൽ ശാസിക്കണം, കരുതേണ്ടതുണ്ടെങ്കിൽ കരുതണം. അതിനവരുടെ കയ്യിൽ വടിയും കോലും കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കയ്യിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? വടിയും കോലും കൊടുത്തിട്ടുണ്ട്. അവരിടയന്മാരല്ലേ? ഈ അപ്പോസ്തലന്മാരിലെല്ലാം ഒരു ഇടയനുണ്ട്. അപ്പോസ്തലന്മാരിൽ മാത്രമാണോ? സുവിശേഷകന്മാരുടെ ഉള്ളിൽ ഒരു ഇടയനുണ്ട് സഹോദരങ്ങളെ. ഉപദേഷ്ടാവിൻ്റെ ഉള്ളിൽ ഒരു ഇടയനുണ്ട്. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലും ഒരു ഇടയ ഹൃദയമുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല, ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇടയ ഹൃദയമുണ്ട്, ഒരു പിതൃഹൃദയമുണ്ട്. അവരിൽ നിന്നൊരു വാത്സല്യം പുറപ്പെടും. അതൊക്കെയാണ് കർത്താവിൻ്റെ അഭിഷിക്തന്മാരിൽ നമ്മൾ കാണുന്നത്. പൗലോസിനെ നമ്മളെടുത്ത് നോക്കുമ്പോൾ പൗലോസ് ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. തന്നില്ലെങ്കിൽ ശരിയാക്കും, അല്ലെങ്കിൽ മുടിഞ്ഞു പോകുന്നോ, അങ്ങനെയൊന്നും പൗലോസ് പറഞ്ഞില്ല. നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിലരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിരുന്നു, അതൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അത് ഓൺ ദ സ്പോട്ടിലല്ല പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ 2 ചാപ്റ്റർ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങളിൽ വലിയ പങ്കാളുകൾക്കും ഇതൊക്കെ അറിയാം. പക്ഷേ ഈ അടുത്തിടയ്ക്ക് നമ്മളെ കേൾക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നവരുണ്ട്. അത്തരം സഹോദരങ്ങളുടെ മുമ്പാകെ നമ്മൾ ഈ 2 ചാപ്റ്റർ തുറന്നു വെക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ 2 ചാപ്റ്ററുമായിട്ടുള്ള അന്തരം മനസ്സിലാകുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ കൂടിവരവ് ധന്യമായി. ഒരു സഹോദരനെ, ഒരു സഹോദരിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, അവരുടെ ചിന്താമണ്ഡലത്തെ ഉണർത്താൻ കഴിഞ്ഞെങ്കിൽ, അവരുടെ ബോധമണ്ഡലത്തിൽ ഈ ആത്മീയ സത്യങ്ങൾ പകരാൻ കഴിഞ്ഞെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ദൈവവചനം ഘോഷിക്കുന്നതും അത് അനുഗ്രഹമായി മാറും നിശ്ചയമായും. അപ്പോൾ മത്തായി 10 നിങ്ങൾ നോക്കിയേ. ആ മത്തായി 10 ഇവരൊക്കെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, പിന്നെ മറ്റ് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മത്തായി 28 എന്താ പ്രാധാന്യം കൊടുക്കാത്തത്? മത്തായി 28 പറയുന്ന ആളുകളെ സ്നാനപ്പെടുത്തുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ സ്നാനപ്പെടുത്താനായിട്ട് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്,
ഒരു 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 പാറ്റേണുണ്ട്, ഒരു മാതൃകയുണ്ട്. ആ മാതൃകയൊക്കെ തെറ്റിച്ചല്ലേ ഇവർ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട്, അല്ലെങ്കിൽ ചില രോഗസൗഖ്യങ്ങളോടുള്ള ബന്ധത്തിൽ ചില കടഭാരം മാറി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളെയൊക്കെ പിടിച്ച് ഇവർ സ്നാനപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ 5000 നോക്കി നിൽക്കുമ്പോൾ 10000, നോക്കി നിൽക്കുമ്പോൾ 20000. ഞങ്ങളുടെ ചർച്ചിൽ 35,000 ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ എത്ര പേര് പെസഹായും ചോരത്തള്ളി ആചരിച്ചു? 35,000 ചെങ്കടൽ കടന്ന തർക്കമൊന്നുമില്ല. പക്ഷെ പെസഹായും ചോരത്തള്ളി ആചരിച്ച് എത്ര പേരുണ്ട്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരെ വിശ്വാസ സ്നാനത്തിലേക്ക് നയിക്കണമെന്നുള്ള കർത്താവിൻ്റെ വാക്ക് മറികടന്നുകൊണ്ടാണ് ഇവർ കടന്നു വരുന്ന ആളുകളെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തി അംഗസംഖ്യ കൂട്ടുന്നത്. ഇവർക്കൊരു എയിമുണ്ട്, ആളെ കൂട്ടുക, മത്സരമുണ്ട്. ഇവിടെ ഈ ബാംഗ്ലൂരിൽ 1-2 ചർച്ചുകളുണ്ട്, എനിക്കറിയാം. അവർ മത്സരമാണ്. അതിൽ ഒരു ചർച്ചിലെ ശുശ്രൂഷകന തലേദിവസം നിന്ന് പറഞ്ഞത്, ഇവിടെ ചില സീനിയർ പാസ്റ്റർമാരുടെയൊക്കെ പൊണ്ടാട്ടികൾ ഇങ്ങനെ അതിലെതിലെയൊക്കെ പോവും, പിന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞത്. ആ സീനിയർ പാസ്റ്റർ പിറ്റേ ദിവസം പ്രസംഗിച്ചത്. പുള്ളിയുടെ കൂട്ടത്തിൽ 30-35 ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർ തങ്ങളിൽ ഒരു മത്സരമുണ്ട്, ചെറിയ തോതിലൊരു മത്സരമുണ്ട്. ഞാനാണോ വലുത്, നീയാണോ വലുത്, അങ്ങനെ ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിൻ്റെയൊക്കെ പേരിലാണ് ഒരു ചെറിയ മുട്ടുസൂചിക്ക് ഒരു കുത്തൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതൊന്നും ശരിയായ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന സംഘങ്ങളല്ല. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന സംഘങ്ങളാണെങ്കിൽ സത്യവചനം അവർക്ക് വെളിപ്പെടില്ലേ? ശരിയായ വചനം വെളിപ്പെടുന്നില്ലെന്നല്ലേ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ മത്തായി 10 മത്തായി 28 സഹോദരങ്ങളുടെ കൺമുമ്പിൽ വെക്കുകയാണ്. ഏറ്റവും സീരിയസ് ആയ ശുശ്രൂഷയാണ് ശിഷ്യന്മാരെ വാർത്തെടുക്കുക എന്നുള്ളത്. പുതിയ നിയമ സഭ എന്ന് പറയുന്നത് ശിഷ്യ സമ്പത്ത് കൊണ്ട് സമ്പന്നമായിരിക്കണം. അത് വെറും ഒരു ആൾക്കൂട്ടമല്ല. ഇതൊരു ക്ലബ്ബാണോ ദൈവസഭ എന്ന് പറയുന്നത്? ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ആണോ? ചിന്തിച്ചു നോക്കി. ദൈവസഭ എന്ന് പറയുന്നത് പരിശുദ്ധനായ ദൈവം ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ ഗ്രഹമാണ് ദൈവസഭ എന്ന് പറയുന്നത്. പരിശുദ്ധനായ ദൈവം ഇറങ്ങി നിൽക്കുകയാണ് തൻ്റെ സഭയിൽ. അതുകൊണ്ടാണ് തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്. ആ വാക്യം ഒന്ന് വായിച്ചേ. 1 തിമത്തിയോസ് 3:14-15 വാക്യങ്ങൾ. വളരെ സീരിയസ് ആയ വാക്യമാകട്ടോ. പൗലോസ് തൻ്റെ നിജപുത്രനായ തിമത്തിയോസിനോട് പറയുകയാണ്, എഫെസോസിലെ സഭയുടെ മൂപ്പനും അധ്യക്ഷനുമായിരിക്കുന്ന തിമത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? വായിച്ചേ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് എഴുതുകയാണ്. തിമത്തിയോസിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പാകത്തിനൊരു പൗലോസുണ്ട്. തിമത്തിയോസ് പൗലോസിൻ്റെ കൂടെ നടന്ന് കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് ഇപ്പോൾ എഫെസോസിലെ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. പെട്ടെന്ന് മാനത്തുനിന്ന് പൊട്ടി വീണതല്ല തിമത്തിയോസ്. തിമത്തിയോസിൻ്റെ കൺമുമ്പിൽ വെച്ചാണ് പൗലോസ് ലുസ്രയിൽ വെച്ച് കല്ലേറുകൊണ്ട് വീഴുന്നത്. തിമത്തിയോസിൻ്റെ കൺമുമ്പിലാണ്. തിമത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയും ആ കാഴ്ചയൊക്കെ കണ്ടവരാണ്, അവരറിഞ്ഞവരാണ്. മരിച്ചവനെ പോലെ കിടക്കുന്ന പൗലോസിൻ്റെ 1ാം മിഷൻ യാത്രയിൽ സംഭവിച്ച കാര്യമാണ്. അത് കഴിഞ്ഞ് പൗലോസ് മടങ്ങിപ്പോകുന്നു. 2ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ സഞ്ചരിച്ചു വരുന്നത് ലുസ്ര വഴിക്കാണ് വരുന്നത്. ലുസ്ര വഴിക്ക് വരുമ്പോൾ തിമത്തിയോസിൻ്റെ ഭവനത്തിൽ വരുന്നത് നമ്മളുടെ 2ാം മിഷൻ യാത്ര, ഒരു മക്കതോന്യ വെളിയിലുണ്ടാ പ്രസംഗമൊക്കെ. അങ്ങനെ ലുസ്രയിൽ വരുമ്പോൾ തിമത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയും പൗലോസുമായി കണ്ടുമുട്ടുന്നതും തിമത്തിയോസിനെ പൗലോസിൻ്റെ കൂടെ അയക്കുന്നതുമായ ആ പിക്ചറുകൾ നമ്മുടെ കൺമുമ്പിൽ ഇന്നെന്ന പോലെയുണ്ട്. നോക്കണം, കഴിഞ്ഞ വരവിൽ പൗലോസ് കല്ലേറുകൊണ്ട് വീണ ലുസ്ര പട്ടണത്തിലെ ഒരു വല്യമ്മയും ഒരു മകളും അവരുടെ മകനായ തിമത്തിയോസിനെ പൗലോസിൻ്റെ കൂടെ അയക്കുകയാണ്. ഒരു സമർപ്പിതൻ എന്ന നിലയിൽ അവരയക്കുമ്പോൾ എന്ത് വിചാരിച്ചായിരിക്കും അയക്കുന്നത്? തിമത്തിയോസിന് ഇടയ്ക്കൊരു കോട്ട്ലെസ് മൈക്ക് കൊടുക്കണം കേട്ടോ. കോട്ട് സൂട്ടും ഒക്കെ മേടിച്ച് കൊടുക്കണം. ആ ലൈറ്റും പുകയൊക്കെ ഇടയ്ക്കൊന്ന് കത്തിക്കണം. പൗലോസ് മാറുമ്പോൾ തിമത്തിയോസ് അതിലെ ഓടി ഇതിലെ ഓടി, അങ്ങനെ ഓടി ഇങ്ങനെ ഓടി, കുറേ അഭ്യാസമൊക്കെ കാണിക്കണം. ആ വിചാരത്തിലാണോ തിമത്തിയോസിനെ കൂടെ അയക്കുന്നത്? അവരെന്ത് വിചാരിച്ചാണ് അയക്കുന്നത്? ചിലപ്പോൾ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ച് തന്നെ അയക്കുന്നത്. എൻ്റെ മകൻ തിമത്തിയോസ് പൗലോസിൻ്റെ കൂടെയുള്ള ഈ മിഷൻ ജേണി കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. അങ്ങനെയാണ് അയക്കുന്നത്. അക്കൗണ്ട് നമ്പറൊന്നും കൊടുത്തിട്ടല്ല പറഞ്ഞയക്കുന്നത്. വിശ്വാസത്താൽ തിമത്തിയോസ് പോവുകയാണ്. തിരിച്ചു വന്നാൽ കാണാം. ഒരു പട്ടാളക്കാരൻ പറയുന്ന രീതി തന്നെയാണ് ഒരു യഥാർത്ഥ മിഷണറിയുടെ വ്യൂ എന്ന് പറയുന്നത്. തിരിച്ചു വന്നാൽ ഓക്കെ. കാരണം ഈ ലോകം ഒരു മിഷണറിക്ക്, ഒരു ശുശ്രൂഷകന് ഒരിക്കലും അനുകൂലമല്ല. ഈ ലോകം കർത്താവിനെ പകച്ചു, അതുപോലെ തൻ്റെ അപ്പസ്വലന്മാരെ പകച്ചു.
പിന്നീടുള്ളവരെ പകയ്ക്കാതിരിക്കുമോ? അന്നേരമാണ് ഇന്ന് സാത്താൻ പൂമാലയായിട്ട് വരുന്നത്. ലുസ്രയിൽ വെച്ച് പൂമാല കൊണ്ടുവന്നപ്പോൾ ആത്മാവിൽ കണ്ടിട്ട് ആ പൂമാലയുടെ പിന്നിലുള്ള മെറ്റലുകൾ, എറിയാൻ വരുന്ന മെറ്റലല്ലോ, ഉരുളൻ കല്ലുകൾ ആത്മാവിൽ കണ്ടിട്ടാണ് പൗലോസ് പറഞ്ഞത് പൂമാലയൊന്നും വേണ്ടെന്ന്. പൂമാല റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലുകൾ മൂളി വന്നു അല്ലേ? അന്ന് പൂമാല. ഇന്ന് നമ്മുടെ നാട്ടിൽ പൂമാലയ്ക്ക് പകരമുള്ളതാണ് ഈ ഷീൽഡ്, മെമൻറ്റോ, ഈ പൊന്നാട, മറ്റേ ആട, മറിച്ചേ ആട എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഈ പൂമാല, ലുസ്രയിലെ പൂമാലയാണ് അതൊക്കെ. എന്നിട്ട് മൈക്കൊക്കെ എടുത്ത് അവിടുത്തെ ആളുകൾ പറയുമല്ലോ ഇതൊക്കെ തരുമ്പോൾ, ഓ ഇതുപോലൊരു ശുശ്രൂഷ, ഇതുപോലെ ഇന്ദ്രനും ഇതുപോലെ ചന്ദ്രനും ഇതുപോലെ ബുധനൊന്നും വേറെ ഇല്ലെന്നൊക്കെ ആളുകൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ തലനിറച്ച പല ഉപദേശിമാരും കോളർ പിടിച്ചിടും. ഓ എൻ്റെ ശുശ്രൂഷ, 50 കൊല്ലത്തെ ശുശ്രൂഷ, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു മാനിച്ചു, 5 പിള്ളേരുണ്ട്, 5ഉം ന്യൂയോർക്കിലാണ്. എല്ലാം അമേരിക്ക, വേറെ രാജ്യമൊന്നും ഇല്ലേ? എല്ലാം അമേരിക്കയിലാണ്, എല്ലാം അമേരിക്കയിലാണ്. ഞാൻ മാനിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു, ഇതാ ഇപ്പോൾ പൊന്നാട. അതൊന്നുമല്ല ഇവിടുത്തെ പിക്ചർ. മനസ്സിലാക്കണം, യഥാർത്ഥ വേല, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം, സത്യസഭ, അതാണ് ഈ വെളിപ്പെടുത്തുന്നത്. മനസ്സിലാക്കുക, ഒരു വഞ്ചനയുടെ ലോകമാണിത്. തിമത്തിയോസ് ഒരു അഭ്യാസത്തിന് വേണ്ടി പോയതല്ല. തിമത്തിയോസ് പൗലോസിൻ്റെ കൂടെ നടന്ന് പഠിക്കുകയായിരുന്നു. തിമത്തിയോസിൻ്റെ നല്ല മെൻറ്ററാണ് പൗലോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൈക്കീഴിലിരുന്നാണ് താൻ വളർന്നു വന്നത്. അതുകൊണ്ടാണ് ആ പക്വതയും പാകതയൊക്കെ ഉള്ളത്. നമ്മൾ പറയുന്ന ഈ കോഡ്ലെസ് മൈക്കുകാർ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഈ നടക്കുന്നവരൊക്കെ ഈ പോഷത്വം പറയുന്നതിൻ്റെ കാരണം എന്നാ? ഭക്തന്മാരായ ദൈവദാസന്മാരുടെ കൈക്കീഴിലൂടെ ഒന്നും പോയിട്ടില്ലെന്ന് ഇവരിൽ പലരും. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സെമിനാരിയുടെ ബൈബിൾ കോളേജിൻ്റെ ഒരു ഭിത്തിയിൽ ഒരാഴ്ച ചാരി നിന്നാൽ മതി, ചെറിയ പരിജ്ഞാനമൊക്കെ കിട്ടും. ഇങ്ങനത്തെ വിവരം കിടന്നും പറയില്ല. ഞാൻ ആ പറഞ്ഞതിനകത്ത് പലതും ഉണ്ട്. അപ്പോൾ ചിലർ ചിന്തിക്കും ബൈബിൾ കോളേജിന് അങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ. കുഴപ്പമൊക്കെ ഉണ്ട് സഹോദരങ്ങളെ, ഇല്ലെന്നല്ല. അത് നമ്മുടെ ടോപ്പിക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പകരം ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുക. ഒരാഴ്ചയെങ്കിലും അതിൻ്റെ പരിസരത്തൂടെ നടക്കുകയായിരുന്നെങ്കിലും ഇങ്ങനത്തെ വിവരക്കേടുകളൊന്നും ഇവരൊന്നും പറയില്ലായിരുന്നു. ഇവർക്കൊന്നും വചനം വെളിപ്പെടുന്നില്ലെന്നേ, ഇവർക്കൊന്നും പിടികിട്ടുന്നില്ല. ക്രിസ്ത്യാനിത്വം എന്താണെന്നോ ഇതിൻ്റെ ഉള്ളടക്കമോ ഇതിൻ്റെ ആഴങ്ങളോ കാര്യപരിപാടികളൊന്നും ഈ പറയുന്ന ന്യൂജൻ ഗ്രൂപ്പുകൾക്ക് വെളിപ്പെടുന്നില്ല. അപ്പോൾ മത്തായി 10 വിട്ടിട്ട് ഞാൻ നേരെ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം, അതിന്റെ 12, 13, 14 വാക്യങ്ങൾ. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് പാളയത്തിനടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞ് തീരുവാണോ? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. കണ്ടോ സഹോദരി, 14-ാം വാക്യം വായിക്കാൻ മനസ്സ് വെച്ചോ നോക്കി. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊരു നഗരമില്ല. അമേരിക്കയാണോ നമ്മുടെ നഗരം? കൊള്ളാം. അവിടെ വേറെ ഇറങ്ങിപ്പോയോ? അവിടെ നിന്നൊക്കെ പറന്ന് പോകേണ്ടതാ കേട്ടോ. ഒത്തിരി ഉപദേശിമാർ അവിടെ വന്ന് കറങ്ങി വീണിട്ടുണ്ട് അമേരിക്കയിൽ വന്ന്. ആ കൂട്ടത്തിൽ വീണ് പോയേക്കരുത്. ദൈവത്തെ ഓർത്ത് പറയുക, ഇത്രയും കാലം ഈ വചനമൊക്കെ കേട്ടതാ. 14-ാം വാക്യം വായിച്ചില്ലേ പിന്നെ എന്താ അതിൻ്റെ പൂർത്തീകരണം? ഓക്കെ, അത് വിട്ടേക്കാം. അപ്പോൾ എബ്രായ ലേഖനം 13-ന്റെ 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടത്? അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, വരുവാനുള്ളതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ വന്നിരിക്കുക. വരുവാനുള്ളത് അന്വേഷിക്കുന്നവരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ? അതെയോ ഇപ്പം നിലവിൽ കാണുന്ന കാര്യങ്ങളിൽ രസിക്കുന്നവരാണോ നിങ്ങൾ സ്വയം ചിന്തിക്കുക. പൗലോസ് എന്താ പറഞ്ഞത്? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതേ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്നത്. വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. എബ്രായ ക്രിസ്ത്യാനികളോട് പറയാണ്, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. ഇവിടെ കാണുന്നതെല്ലാം തീക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഈ ആകാശവും ഈ ഭൂമിയും പുക പോലെ പൊയ്പോകും. ഈ ഭൂമിയെ പഴകിയൊരു വസ്ത്രം പോലെ ചുരുട്ടിക്കളയും. ഇതാണ് ഭക്തന്മാരുടെ എല്ലാ കാലത്തുമുള്ള ബോധ്യം. അവർ വരുവാനുള്ളതിന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ്. എന്തിനാണ് നമ്മൾ ഈ എബ്രായർ 13-ന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്?
ഇതിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് മലയാളക്കരയിൽ പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആരംഭിച്ച കാലം മുതൽ പൂർവന്മാരായ പിതാക്കന്മാരെല്ലാം പാളയത്തിന് പുറത്ത് കഷ്ടം സഹിച്ചവരാണ്. അവർ പഠിപ്പിച്ചത് ക്രിസ്തീയ ജീവിതം പാളയത്തിന് പുറത്താണ്. നമ്മുടെ കർത്താവ് പാളയത്തിന് പുറത്താണ്, അവൻ പാളയത്തിലല്ല. അല്ലേ? അങ്ങനെയല്ലേ 12-ാം വാക്യം തുടങ്ങുന്നത്. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ചു. അതായത് പഴയ കാലത്ത് നഗരങ്ങൾക്കൊക്കെ കോട്ടമതിലുകളുണ്ട്, അല്ലെങ്കിൽ പട്ടണ മതിലുകളുണ്ട്. ചുറ്റോട് ചുറ്റും വലിയ പട്ടണ മതിലുകൾ, അതിനകത്താണ് ജനം പാർക്കുന്നത്. അതിന് വെളിയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് അതൊരു ഡേർട്ടി പ്ലേസ് ആയിരിക്കും, അതിന് വെളിയിലുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു പ്ലേസാണ് ഈ ഗോൽഗോഥ എന്ന് പറയുന്നത്. അതൊരു ശ്മശാനം പോലെയുള്ളൊരു സ്ഥലമാണ് ഗോൽഗോഥ. ആ ഗോൽഗോഥയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിതനായ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണത്. അതായത് ക്രിസ്തു ജെറുസലേം എന്ന് പറയുന്ന ആ ക്യാമ്പിൽ, ആ പാളയത്തിൽ, യഹൂദന്മാരുടെ പാളയമല്ലേ അത്, ആ പാളയത്തിൽ എന്തെല്ലാം ഉണ്ട്? അവിടെ യെരുശലേം ദൈവാലയമുണ്ട്, അവിടെ അന്നാസും കയ്യഫാസും ഉണ്ട്, സൻഹദ്രി സംഘമുണ്ട്, അവിടെ റോമൻ ഗവർണറുണ്ട്. അങ്ങനെ അവിടെ എല്ലാ സൈസ് ആളുകളും അവിടെയുണ്ട്. എല്ലാവരും ഉള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന പാളയം. ആ പാളയത്തിന് വെളിയിലാണ് നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് നമുക്കിവിടെ നിലനിൽക്കുന്നൊരു നഗരമില്ല. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. നമ്മെ എങ്ങോട്ടാണ് വിളിക്കുന്നത്? പാളയത്തിന് വെളിയിലേക്കാണ് വിളിക്കുന്നത്. അവിടെ എന്താ ഉള്ളത്? അവിടെയാണ് ക്രൂശ് നാട്ടിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എല്ലാ കാലത്തും നമ്മൾ പ്രസംഗമധ്യേ പറയാറ്, വരിക ക്രൂശിക്കപ്പെടുക. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് എന്താ? ക്രൂശിലേക്കുള്ളൊരു യാത്രയാണ്. വരിക ക്രൂശിക്കപ്പെടുക, ക്രൂശിലേക്കുള്ളൊരു യാത്ര. അത് കഴിഞ്ഞോ വീണ്ടും ക്രൂശ് ചുമന്നുകൊണ്ടുള്ളൊരു യാത്ര. നമ്മെ എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്? ക്രൂശിലേക്ക്. വരിക ക്രൂശിക്കപ്പെടുക. അത് കഴിഞ്ഞോ പിന്നീട് ക്രൂശ് ചുമന്നുകൊണ്ട് പോവുകയാണ്. അതാണ് യഥാർത്ഥ സത്യക്രിസ്ത്യാനിത്വം. അതാണ് പെന്തക്കോസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടീച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് പാസ്റ്റർ മലയാളക്കരയിലുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുക നിങ്ങളോട്. മലയാളക്കരയിൽ ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് പാസ്റ്റർ ഉണ്ടോ? മലയാള ഭാഷ സംസാരിക്കുന്ന ഒരുവൻ ഉലകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം. ന്യൂ ജനറേഷൻ ഗ്രൂപ്പിൽപ്പെട്ടത്. കാലങ്ങളായി പൂർവന്മാർ പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമായ കാര്യം തലമുറ കൈമാറി നമുക്ക് ആ ബാറ്റൺ തന്നിരിക്കുകയാണ്. ഈ തലമുറയിൽ നമ്മളെങ്ങനെ ഇത് മറിക്കും? നമുക്ക് മറിക്കാൻ പറ്റില്ല. അവർ പാളയത്തിന് പുറത്ത് ക്രിസ്തുവിനോട് ചേർന്ന് നടന്നവരാണ്. നമ്മൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ് സംസാരിച്ചത്. അതായത് എബ്രായ ലേഖനം എഴുതി പൂർത്തീകരിക്കുന്ന ഭാഗമാണ്. ആകയാൽ നാം ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് എബ്രായ ക്രിസ്ത്യാനികളോട് മാത്രമല്ല, കാഹളം ധ്വനിക്കുന്നത് വരെ ഭൂപ്പരപ്പിൽ ആരെല്ലാം സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി വരുന്നോ, ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നോ, അവർക്കെല്ലാം ബാധകമായ കാര്യമാണ്. ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാളയത്തിലല്ല, പാളയത്തിന് വെളിയിലാണ്. പാളയം എന്നുള്ളൊരു വിഷയം ഒരു സീരിയസ് ആയ വിഷയമാണ്. ഒരിക്കൽ നമ്മളിങ്ങനെ ഒരു പ്രസംഗിച്ച് കേട്ട് ഒരു മെത്രാൻ നമുക്കെതിരെ 2 വാക്ക് പറഞ്ഞു. അതായത് മെത്രാൻ പറയുന്നത് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ പാളയത്തിന് വെളിയിലാണ് ക്രിസ്തീയ ജീവിതം എന്ന് പ്രസംഗിക്കുന്നു എന്ന്. ശരിക്കും ക്രിസ്തീയ ജീവിതം പാളയത്തിലാണ് സഹോദരങ്ങളെന്നാണ് അദ്ദേഹം അവരുടെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടത് എവിടെയാണെന്ന് അറിയാവോ? ഇസ്രായേലിൻ്റെ പാളയവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ പാളയത്തിൽ പാർക്കേണ്ടവരാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പാർക്കുന്നത്? പാളയത്തിലാണ്, വിശുദ്ധന്മാരുടെ പാളയത്തിലാണ് നമ്മൾ. അതേസമയം ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥതലമാണ്. തമ്മിലുള്ള അന്തരം അവർക്ക് മനസ്സിലാകുന്നില്ല. അന്തരം മനസ്സിലായാൽ അവർ ഇതുപോലെ താടിയും മുടിയും ഈ തലയിൽ തുണിയും പിന്നെ എന്നാ നീളക്കുപ്പായവും അതിനെന്താ പറയുന്നത് നൈറ്റീന്നോ അങ്ങനെ എന്തോ അങ്ങനെയുള്ളതൊക്കെ ഇട്ടുകൊണ്ട് അവർ നടക്കുമോ? അവരൊരിക്കലും നടക്കില്ല. അവർക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ. നമ്മൾ ഒരേ സമയം പാളയത്തിൽ ജീവിക്കുന്ന കാര്യം പറയും, 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പറയും പാളയത്തിന് പുറത്ത് വരണമെന്ന്. ഈ പാളയത്തിന് പുറത്ത് അസംഖ്യം വിശുദ്ധന്മാരുണ്ട്, സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. അതും പറഞ്ഞു വന്നാലൊരു പാളയമാണ്, അത് വിശുദ്ധന്മാരുടെ പാളയമാണ്. അപ്പോൾ ഇതോ ഈ പറയപ്പെടുന്ന പാളയം യെരുശലേമിലെ ആ ഒരു അന്തരീക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെയുള്ള പ്രമാണിമാരെല്ലാം ആ പാളയത്തിലല്ലേ ഉള്ളത്. ആ പാളയത്തിന് വെളിയിലാണ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അവൻ്റെ അപ്പോസ്തലന്മാരെല്ലാം പിന്നത്തതിൽ അവൻ്റെ അടുക്കിലാണ് കൂടിയത്. 120 പേര് ആ ക്രൂശിൻ്റെ ചുവട്ടിലാണ് ഒത്തുകൂടിയത്. അവിടേക്കാണ് 3000 പേര് ഓടിക്കൂടിയത്. അവിടേക്കാണ് 5000 പേര് ഓടിക്കൂടിയത്.
പിന്നീട് ഓടിക്കൂടിയവരെല്ലാം ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്കാണ് ഓടിക്കൂടിയത്. പിതാവ് ഇന്ന് ആകർഷിക്കുന്നതെല്ലാം ആ ക്രൂശിങ്കിലേക്കാണ്, തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്കാണ് ആകർഷിക്കുന്നത്. അത് ഒരിക്കലും പാളയത്തിലല്ല ക്രൂശിരിക്കുന്നത്, അത് പാളയത്തിന് വെളിയിലാണ്. ക്രൂശ് നിന്ദയുടെ ചിഹ്നമാണ്, അപമാനത്തിൻ്റെ ചിഹ്നമാണ്, അല്ലേ? ക്രൂശ് നിന്ദയുടെ ചിഹ്നമാണ്, അത് അപമാനത്തിൻ്റെ ചിഹ്നമാണ്. നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെട്ടവനാണ്, അപമാനിക്കപ്പെട്ടവനാണ്. അതിനെക്കുറിച്ച് പാളയത്തിന് വെളിയിൽ ജീവിച്ച പത്രോസ് എന്താ പറയുന്നത്? ലോകം തള്ളിയ കല്ലായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടണമെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ തള്ളപ്പെട്ട കല്ല്, യേശുക്രിസ്തു എന്ന കല്ല് പാളയത്തിന് വെളിയിലാണ്. ലോകം തള്ളിയ കല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം, അതായത് ഈ പറയുന്ന യെരുശലേമിലെ ആ പാളയം, അവിടെ ലോകമുണ്ടല്ലോ, അവിടെ റോമൻ ഗവൺമെൻറ് ഉണ്ട്, അവിടെ യഹൂദ മതത്തിൻ്റെ എല്ലാവരും അവിടെയുണ്ട്, അവിടുത്തെ സാധാരണ ജനമുണ്ട്, മറ്റവരും മറിച്ചവരും എല്ലാവരും അവിടെയുണ്ട്, സകല ആൾക്കാരും അവിടെയുണ്ട്. ആ പാളയത്തിന് വെളിയിലേക്ക് ഈ കല്ല് എറിയപ്പെട്ടു. ഈ കല്ല് റിജക്റ്റ് ചെയ്യപ്പെട്ട കല്ലാണ്, ലോകം തള്ളിയ കല്ലാണ്. ലോകം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കല്ല് വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലോകം തള്ളിയ കല്ല് ഗോൽഗോഥായിൽ, ആ കാൽവറി മലയിൽ അങ്ങനെ പരസ്യമായി അവനെ നിർത്തിയിരിക്കുകയാണ്. ആ കല്ലിനോട് അടുക്കുന്നവർക്ക് ജീവൻ ലഭിക്കും. പക്ഷേ ആ അപമാന രംഗങ്ങൾ ഓർത്തിട്ട് അനേകർക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ കല്ലിലേക്ക് അടുക്കുമ്പോൾ, ആ ജീവനുള്ള കല്ലിലേക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രൂശിങ്കിലേക്ക് അടുക്കുമ്പോൾ അവിടെ ഹന്നാസും കയ്യഫാവും നോക്കി നിൽപ്പുണ്ട്, ബൈനോക്കുലറും പിടിച്ചോണ്ട്. ആരാരെല്ലാം ഗോൽഗോഥായിലേക്ക് പോകുന്നു, ആ ക്രൂശിങ്കിലേക്ക് അടുക്കുന്നു, അപ്പസ്വലന്മാരോട് ആരാരെല്ലാം ചേരുന്നു എന്നൊക്കെ അവരന്വേഷിക്കുന്നുണ്ട്. ശരിക്കും അപ്പസ്വലന്മാർ എവിടെയായിരുന്നു? അവർ പാളയത്തിന് വെളിയിലല്ലായിരുന്നോ പിന്നത്തേതിൽ അവരുടെ ജീവിതം നയിച്ചത്? അപ്പസ്വലന്മാരെല്ലാം പാളയത്തിന് വെളിയിലായിരുന്നു. നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് അപ്പസ്വലന്മാർ അവർ മിന്നിയടിച്ച് നടക്കുക. പാളയത്തിന് വെളിയിൽ ജീവിച്ച പത്രോസിൻ്റെ തലമുടിയൊക്കെ കൊഴിഞ്ഞു പോയപ്പോൾ പത്രോസ് മുടി നടാൻ വേണ്ടി യോപ്പയിലേക്കോ അല്ലെങ്കിൽ അന്ത്യോക്യയിലേക്കൊക്കെ പോയി എന്ന് നമ്മൾ വചനത്തിലൊന്നും വായിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. തലമുടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് പത്രോസിന് ഇത്തിരി ഏജ് ആയിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനായി മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പത്രോസ് ചെയ്തില്ല. അങ്ങനത്തെ കാര്യപരിപാടിയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പാളയത്തിന് വെളിയിലാണ്. യഥാർത്ഥ പെന്തക്കോസ്ത് ശുശ്രൂഷകർ പാളയത്തിന് വെളിയിലുള്ള ക്രിസ്തീയ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവർ പാളയത്തിന് വെളിയിലുള്ള ജീവിതത്തെ പ്രഘോഷിക്കും. അവർ പാളയത്തിന് വെളിയിൽ കഷ്ട സഹിച്ച ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെയല്ലേ വായിച്ചത്? ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. നിന്ന വഹിക്കേണ്ടതുണ്ട്. സത്യക്രിസ്ത്യാനിത്വത്തിൽ നിന്നയുണ്ട്, അപമാനമുണ്ട്, അവിടെ കഷ്ടങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയതെന്താ? ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും. ഒരു 4 വരി പാടിയാലോ ടീനെ? ഞാൻ പാടിക്കഴിഞ്ഞാൽ, ഞാൻ 2 ദിവസം ഒരു ചർച്ചിൽ മീറ്റിങ്ങിലായിരുന്നു. ആ 2 ദിവസവും വളരെയധികം സമയം അവിടെ സംസാരിച്ച് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ അടച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പാട്ട് പാടിയാൽ ഉള്ളവരും പോവും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. നമ്മുടെ പൂർവ്വപിതാക്കൾ പാടി സന്തോഷിച്ച പാട്ടുകളാണിതൊക്കെ. ഞെരുക്കത്തിൻ്റെ അപ്പം തന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ക്രൂശെ നോക്കി യാത്ര ചെയ്യുമെന്ന്. അതായത് പാളയത്തിന് വെളിയിൽ, ക്രൂശ് പാളയത്തിന് വെളിയിലാണല്ലോ, പാളയത്തിന് വെളിയിൽ ക്രൂശെ നോക്കി യാത്ര ചെയ്യും, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. പാളയത്തിന് വെളിയിലുള്ള ക്രൂശെ നോക്കി യാത്ര ചെയ്യും, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. അതായിരുന്നു അവർക്ക് പറയാനും പാടാനും ഉണ്ടായിരുന്നത്.
അവരെയാണ് നമ്മൾ പെന്തക്കോസ്ത് അനുഭവമുള്ളവരെന്ന് വിളിക്കുന്നത്. പെന്തക്കോസ്ത് അനുഭവമുള്ളവരെന്ന് വിളിക്കുന്നത്. ആ പാട്ടുകളും ആ ആശയങ്ങളും ശാപമാണെന്ന് പറയുന്നവരാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാർ. നമുക്കെങ്ങനെ അവരുമായിട്ട് കൈകോർക്കാൻ കഴിയും? നമ്മൾ പാടി സന്തോഷിക്കുന്നതല്ലേ ഇതെല്ലാം? നമ്മളിത് അംഗീകരിക്കുന്നവരല്ലേ? എബ്രായ ലേഖനം 13:12 മുതൽ 14 വരെ റിജക്റ്റ് ചെയ്തിട്ടൊരു പെന്തിക്കോസ്തുകാരന് പെന്തിക്കോസ്തുകാരൻ എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുമോ? അവനൊരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുമോ? ഈ വാക്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ആയി കഴിഞ്ഞു. ഈ വാക്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ, നിങ്ങളിത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തികച്ചും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്താണ്. യഥാർത്ഥ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവർ പാളയത്തിന് വെളിയിൽ നിന്നാണ് അവർ ഘോഷിക്കുന്നത്, ദൈവവചനം ഘോഷിക്കുന്നത്. സകലരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകം തള്ളിയ കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുകയാണ്. തമ്മിൽ വലിയ അന്തരമാണെന്നേ, തമ്മിൽ വലിയ അന്തരമാണ്. അടുത്തൊരു കാര്യം ഞാൻ വേഗത്തിൽ പറയാം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേര് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് സമാഗമന കൂടാരത്തിൻ്റെ പഠനം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദീർഘമായത് പഠിച്ചിട്ടുണ്ട്. സമാഗമന കൂടാരം, പിന്നത്തേതിൽ യെരൂശലേം ദൈവാലയം. സമാഗമന കൂടാരത്തിലും യെരൂശലേം ദൈവാലയത്തിലും അതിൻ്റെ വിശുദ്ധ സ്ഥലത്തിന് വിളക്കിരിപ്പുണ്ട്, ഒരു വിളക്ക്. ആ വിളക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, അത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന്. പിന്നത്തേതിൽ നമ്മൾ എന്താ പറയാറ്? അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പിന്നത്തേതിൽ ദൈവസഭയെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ആ വിളക്ക് യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും തൻ്റെ സഭയെയും ഒരുമിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് പിന്നത്തേതിൽ നമ്മൾ കാണുന്നത്. അത് മൂന്നും ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. ആ വിളക്ക് അടിപ്പുപണിയായിട്ട് പണിതുണ്ടാക്കുന്നതാണ്. ഒരു താലന്ത് തങ്കത്തിലേക്ക് ചുറ്റിക വീണ് അടിച്ചടിച്ചാണ് അതിനെ ഈ വിളക്കിൻ്റെ രൂപത്തിലേക്ക് വിളക്കായിട്ട് പണിതുകൊണ്ടുവരുന്നത്. അങ്ങനെ പണിതുകൊണ്ടുവന്നിരിക്കുന്ന വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം. ഇന്നലെ ശുശ്രൂഷിച്ച ആ വലിയ ചർച്ചിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു ചിന്ത വന്നത്, ഈ കാര്യം നാളെ നിങ്ങളോടും കൂടെ പറയണമല്ലോ എന്ന്. നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ ഒഴിക്കേണ്ടത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. അതിലേക്ക് തിരി ഇറക്കി വെക്കണം. അങ്ങനെ തിരിയുടെ അഗ്രത്തിൽ തീ കത്തുകയാണല്ലോ. യാഗപീഠത്തിൽ കത്തിയ തീയ് ഈ തിരിയുടെ അഗ്രത്തിൽ കൊണ്ടുവന്ന് കൊളുത്തുകയാണ്. അങ്ങനെയാണ് ഈ തിരി കത്തുന്നത്. അങ്ങനെ എണ്ണയിൽ ആ തിരി മുങ്ങിക്കിടക്കുന്നു. കാതലായൊരു കാര്യം ഞാൻ പറഞ്ഞു വരികയാണ്. പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും. ഇവിടെ ഇത് കത്തുവാനായിട്ട് ഒഴിക്കുന്നത് എന്താ? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഞാൻ ആ ചർച്ചിൽ അവരോടൊക്കെ ചോദിച്ചു, ഇതിൽ ഒഴിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒലിവെണ്ണയെ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ആ പോയ കൂട്ടത്തിൽ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഒലിവെണ്ണ ഒഴിക്കണമെന്ന്. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. ഒലിവിൻ്റെ എണ്ണയാണ് ഒഴിക്കേണ്ടത്. ശരിക്കും അവിടെ ഒഴിക്കേണ്ടത് ഒലിവെണ്ണയാണോ? സഹോദരന്മാരാരെങ്കിലും ഒരാൾക്ക് ഒരു മറുപടി പറയാവോ? ശരിക്കും ഈ വിളക്കിൽ ഒഴിക്കേണ്ടത് ഒലിവെണ്ണയാണോ ഒഴിക്കേണ്ടത്? സഹോദരന്മാരെ, സമയം ഒത്തിരി പോയി. നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ വേഗം ഒന്ന് പറയണം. ഒലിവെണ്ണ ഒഴിക്കണം. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ആരോ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ല. ആ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഓരോരുത്തർ പറഞ്ഞു വന്നപ്പോൾ ഓരോരോ കഷ്ണം മാറിപ്പോയി. രതീഷ് പറഞ്ഞു ഒലിവെണ്ണയാണ് ഒഴിക്കുന്നതെന്ന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആ, ഒലിവെണ്ണ ഒഴിക്കണ കാര്യമാണോ ഇത്രയും കാലം കേട്ടത്? ഈ വിളക്കിൽ ഒഴിക്കേണ്ടത് എന്താ സഹോദരങ്ങളെ? ഇടിച്ചെടുത്ത്. അങ്ങനെ പറഞ്ഞാൽ പോരാ. അവിടെ പറഞ്ഞു വരുന്നത് ഈ വിളക്കിൽ ഒഴിക്കുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം. ഇവിടെ ചുറ്റോട് ചുറ്റും എല്ലാ സ്ഥലത്തും ഒലിവെണ്ണ ഇരിപ്പുണ്ട്. എല്ലാവരും ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒലിവെണ്ണ ഉണ്ടെന്നാ. എല്ലാ സ്ഥലത്തും ഒലിവെണ്ണയാണ് ഉള്ളത്. കോട്ടയത്ത് ഈ കഴിഞ്ഞ ദിവസം ഒഴിച്ചത് ഒലിവെണ്ണയാ. കൊട്ടാരക്കരയിൽ ഒഴിക്കുന്നത് ഒലിവെണ്ണയാ, അല്ലാതെ വേറെ എണ്ണയൊന്നും അല്ല ഒഴിക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒലിവെണ്ണയാണ് ഒഴിക്കുന്നത്. പക്ഷെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഇവിടെയൊന്നും ഒഴിക്കുന്നില്ല. അന്തരം മനസ്സിലാക്കിക്കോണം. കൊട്ടാരക്കരയിൽ ഈ പറഞ്ഞ പുള്ളികളെല്ലാം ഒഴിക്കുന്നത് എന്താ? ഒലിവെണ്ണ തന്നെയാ. അങ്ങനെ ഒലിവെണ്ണ ഒഴിച്ചാൽ പ്രസാദിക്കില്ല. അങ്ങനെ ഒലിവെണ്ണ ഒഴിച്ചാൽ കത്തില്ല. ഒഴിക്കേണ്ടത് എന്താണ്? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം. ഓരോ ഒലിവുകായിലും പ്രസ്സിങ് വരും, ഇടിക്കും, അതിനെ തിരിച്ചും മറിച്ചു വിട്ട് ഇടിക്കും.
ഓരോ ഒലിവുകായെയും തിരിച്ചു മറിച്ചു വിട്ടിടിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ സത്യാരാധനക്കാരെന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടികൾക്ക് വിധേയമാക്കും, പ്രസ്സിങ്ങിന് വിധേയമാക്കും. തെളിവുള്ള ഒലിവെണ്ണ പുറത്തേക്ക് വരണം. ജീവിതത്തിൽ പല കാര്യങ്ങളും അനുവദിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കും, കൃപയിൽ ആശ്രയിക്കും. അതേസമയം ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരനോ അവൻ പകച്ചു പോകും. അവന് കേട്ടുകേഴ്വി പോലുമില്ല ഇതൊന്നും. അവൻ വിളക്കിനെ കുറിച്ചും കേട്ടിട്ടില്ല, തെളിവുള്ള ഒലിവെണ്ണയെ കുറിച്ചും കേട്ടിട്ടില്ല, ഒന്നിനെ കുറിച്ചും അവൻ കേട്ടിട്ടില്ല. അവൻ്റെ തിരി ഒരിക്കലും കത്തുന്നില്ല. അവൻ്റെ തിരി കത്തുന്ന തിരിയാണോ? അത് കത്തുന്ന പരിപാടിയൊന്നുമില്ല. അത് വേറെ രീതിയിലാണ് അതിൻ്റെ പ്രോഗ്രാമൊക്കെ. ഇവിടെയുള്ള ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ഗ്രൂപ്പുകളെല്ലാം ക്ലെയിം ചെയ്യുന്നത് തങ്ങളുടെ കയ്യിൽ ഒലിവെണ്ണയുണ്ടെന്നാണ്. നമുക്കൊരു തർക്കമല്ല, എല്ലാവരുടെ കയ്യിലും ഒലിവെണ്ണയുണ്ട്. അതല്ല സമാഗമന കൂടാരത്തിലെയോ യെരുശലേം ദൈവാലയത്തിലെയോ വിളക്ക് കത്തിക്കാനുള്ള മാനദണ്ഡം. അവിടെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ തന്നെ വേണം. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ പോരാ. അതിൻ്റെ മില്ലിങ് അങ്ങനെയല്ല ഈ എണ്ണ എടുക്കേണ്ടത്. ആ എണ്ണ എടുക്കേണ്ട രീതി ഇങ്ങനെയാണ്, അങ്ങനെ തന്നെ എടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, തിരിച്ചു മറിച്ചു വിട്ടിടിക്കും. അവരെന്നേരം കള്ളപ്രവാചകനെ തേടിപ്പോവും, വ്യാജന്മാരെയും വഞ്ചകരെയും തേടിപ്പോവും, അല്ലേ? കള്ളയപ്പോസ്തലന്മാരെ തേടിപ്പോവും, കള്ളപ്രവാചകന്മാരെ തേടിപ്പോവും, കള്ള ഇടയന്മാരെ തേടിപ്പോവും. അവരങ്ങനെയൊക്കെ തേടിപ്പോവും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ തേടിപ്പോകാൻ ഒരു ഇടമില്ല. ഇങ്ങനത്തെ ജീവിത പശ്ചാത്തലങ്ങളിലൂടെ, ഇങ്ങനത്തെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാനുണ്ട്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് കൂട്ടു സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കാണ്. ആ കൂട്ടായ്മയിൽ ആരാധനയുണ്ട്, സത്യാരാധനയുണ്ട്, ആത്മാവിൽ സത്യത്തിനുള്ള ആരാധനയുണ്ട്. അതിനായിട്ട് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുമായിട്ട് വരേണ്ടി വരും. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിളക്ക് കത്തി നിൽക്കണം. വിളക്ക് കത്തി നിൽക്കുമ്പോഴാണ് മുൻപോട്ട് കടന്നു വന്ന് ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുന്നത്. വിളക്ക് കത്തി നിൽക്കണം. ഇരുട്ടത്തിരുന്നല്ല ആരാധിക്കുന്നത്, ആ വെളിച്ചത്തിലാണ്, വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്, വചനത്തിൻ്റെ പ്രകാശനത്തിലാണ് നമ്മൾ ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എണ്ണയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പ്രസ്സിങ്ങിന് വിധേയമാക്കും, അനുവദിക്കും. ആ സമയത്ത് എനിക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താനുള്ള വാക്യം ഇതാണ്. എബ്രായർ 10:35 വായിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇത് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവൂ ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ്. അല്ലാത്ത ആർക്കും ഇതൊന്നും മനസ്സിലാകില്ല. അവർ പകച്ചു പോവും. അവരുടെ ചിന്തകൾ വേറെയാണ്. ഇളകുന്ന രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് ഇളകാത്ത രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാകില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? യഥാർത്ഥ പെന്തക്കോസ്ത് ശുശ്രൂഷകർ ഇളകാത്ത രാജ്യത്തിൻ്റെ വക്താക്കളാണ്. അവർ കാണുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരല്ല, കാണാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, ജനത്തെ ഉത്സാഹിപ്പിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു ധൈര്യത്തിൽ മുൻപോട്ട് പോകേണ്ടവരാണ്. മഹാപ്രതിഫലമുണ്ട് നമ്മുടെ വിശ്വാസത്തിന്. നമ്മൾ മുറുകെ പിടിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറിച്ചിലുകൾക്ക് മഹാപ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. പിതാവ് ഉറ്റുനോക്കിയാണ് നമ്മളെ. പിതാവ് നമ്മളെ ആകർഷിച്ചത് എങ്ങോട്ടാ? തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്കാണ്. പാളയത്തിന് വെളിയിലേക്കാണ് നമ്മെ ആകർഷിച്ചത്. പാളയത്തിന് വെളിയിൽ അവൻ്റെ നിന്ന വഹിക്കണം, അവൻ്റെ നാമനിമിത്തമുള്ള നിന്ന. അവിടെയാണ് ഈ വാക്യം മുഴങ്ങുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒരു നാൾ നമ്മെ പേർ വിളിക്കും സിംഹാസനത്തിന് മുമ്പാകെ. അതായത് പാളയത്തിന് വെളിയിൽ നാം നിന്ന വഹിച്ചുകൊണ്ട്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ വിളക്കിലെ തിരി കത്തുകയല്ലേ, കത്തി ചാരമാകുകയാണല്ലോ. കത്തി തിരി താഴേക്ക് പോവുകയാണ്, കത്തി അമരുകയാണ്. ഈ അന്ധകാര ലോകത്തിന് പ്രകാശം പരത്തുകയാണ്. അതാണൊരു സത്യക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം. ഒരു സത്യക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം. ആ വിളക്കിലെ തിരി എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകനെയും കൂടെ കാണിക്കുകയല്ലേ. ശുശ്രൂഷകൻ ആ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുകയാണ്, കത്തി അമരുകയാണ്, ലോകത്തിന് പ്രകാശം പരത്തുകയാണ്, ദൈവിക ആലോചനകൾ പങ്കുവയ്ക്കുകയാണ്. അല്ലാതെ ശുശ്രൂഷകൻ തന്നെ നാട്ടുകാരെ കാണിക്കാനായിട്ട് പോവുകയാണോ? ഇന്നൊരു രസമുണ്ടായി സഹോദരങ്ങളെ. ഞാനിന്നൊരു സഹോദരിയുമായിട്ട് സംസാരിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ,
ആ വീഡിയോ കണ്ടിട്ട് ഇയാളാണോ അയാളാണോ ഇയാളെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അയാൾ തന്നെയാണ് ഇയാൾ തന്നെയാണ് അയാളെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. എനിക്ക് അശേഷം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന്. വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വസിച്ചേ തീരൂ. ആ രണ്ടുപേരെയും ആ ആൾമാറാട്ടം നടത്തിയ പുള്ളിയെ ഞാനൊന്ന് കാണിക്കാം. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഇതുവരെ കാണിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്, ശേഷം താല്പര്യമില്ലാത്ത ആളാണ്. ക്രൂശിൻ്റെ നമ്പർ 1 ശത്രുവാണ്. ക്രൂശിൻ്റെ ശത്രു കൊടിയ ദുഷ്ടാത്മാവിനാൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും അയാളെക്കുറിച്ച് പറയുകയൊന്നും ചെയ്യേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ ഈ ടോപ്പിക്ക് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും തമ്മിലുള്ള അന്തരമായതുകൊണ്ട് ചില സെക്കൻഡ് മതി, അധികം നേരം ഇവിടെ വെക്കരുത്, എനിക്ക് കാണാൻ താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം ഒരു പറ്റം പെൺകുട്ടികളുമായി നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചേ. മുമ്പ് ചിലർക്ക് മെസ്സേജുകൾ വരാൻ പോകുന്നു. ചിലരുടെ ലോണുകൾ ക്യാൻസൽ ആകാൻ പോകുന്നു. ചിലരുടെ ആധാരങ്ങൾ തിരികെ കിട്ടാൻ പോകുന്നു. ചിലരുടെ പണയങ്ങൾ മാറാൻ പോകുന്നു. ചിലർ വസ്തുവകകൾ സ്വന്തമാക്കാൻ പോകുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് അഞ്ചലുള്ള ജോൺ താരു എന്ന് പറയുന്ന ആളാണ്. അയാൾ തിരുവനന്തപുരത്ത് അയാൾക്ക് വലിയ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ അദ്ദേഹം പണത്തെക്കുറിച്ച് പറയുന്നതാണ് ആ വീഡിയോയിൽ നിങ്ങൾ കേട്ടത്. അപ്പോൾ പണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തൻ്റെ പിന്നിലിരിക്കുന്ന ആ അത് കൊയറാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ പെൺകുട്ടികൾ പെട്ടെന്നെല്ലാം ചാടി എഴുന്നേക്കുകയാണ്. പണത്തെക്കുറിച്ച് കേട്ടാൽ മതി, ഉടനെ ചാടി എഴുന്നേക്കും. അങ്ങനെ ചാടി എഴുന്നേറ്റ് വരുന്നതും പണസംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പാളയത്തിന് വെളിയിൽ കട്ട സഹിക്കുന്ന കാര്യമോ ക്രൂശ് വഹിക്കുന്ന കാര്യമോ അവൻ നിർമ്മലനായിരിക്കുന്നതുകൊണ്ട് നാം നിർമ്മലരായിരിക്കണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവരൊന്നും പ്രസംഗിക്കുന്നത്. നാം ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കേണ്ടവരാണ്, ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കേണ്ടവരാണ്. നമുക്കിവിടെ നിലനിൽക്കുന്നൊരു നഗരമില്ല, നാം വരുവാനുള്ളതിനു വേണ്ടി നോക്കി പാർക്കുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർക്കേ കഴിയുള്ളൂ. അപ്പോൾ പെന്തക്കോസ്റ്റിൽ ഒത്തിരി കുഴപ്പങ്ങളില്ലെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിശ്ചയമായും ഉണ്ട്, പെന്തക്കോസ്റ്റിൽ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. പെന്തക്കോസ്റ്റിലെ കുഴപ്പങ്ങളല്ലല്ലോ ഇവിടുത്തെ സബ്ജക്റ്റ്. പെന്തക്കോസ്റ്റിൽ ഭക്തിക്കൊത്ത് ജീവിക്കുന്ന ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ പെന്തക്കോസ്റ്റ് കൂടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നും കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാമായിരുന്നു. ഇവിടെയുള്ള ഇന്ന് കാണുന്ന ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന സമൂഹം, ആ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ലീഡർഷിപ്പ് ആകട്ടെ, അതിലെ വലിയ പങ്ക് മുതിർന്ന ആൾക്കാരാകട്ടെ, അവരെല്ലാം ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ സ്നേഹിതരാകുവാൻ വേണ്ടി അവർ വെപ്രാളപ്പെടുകയാണ്, അല്ലെ മത്സരിക്കുകയാണ്. അവരുടെയൊക്കെ ലൈഫ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർ ഏതോ ഒരു സമയത്ത് പാളയത്തിലായിരുന്നു, പിന്നെ അവർ പാളയത്തിൽ നിന്ന് കയറിപ്പോയി കംഫർട്ട് സോണുകളിലേക്ക് പോയി കോംപ്രമൈസ് ചെയ്തു. ഇന്ന് അവർ ആദരം പ്രാപിക്കുകയാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പാളയത്തിന് വെളിയിൽ ലോകം തള്ളിയ കല്ലിനോട് ചേർന്നാണെങ്കിൽ മരണം വരെ ഈ ലോകം നമ്മളെ പകയ്ക്കും, ആരും നമ്മളെ ആദരിക്കില്ല. അവരൊക്കെ ആദരം വാങ്ങാനായിട്ട് പാളയം വിട്ട് പോയ ആളുകളാണ് വലിയ പങ്കും. അതേസമയം ഒരു ന്യൂനപക്ഷം ഉണ്ടെന്ന് ഇതിനകത്ത്, ഒരു ന്യൂനപക്ഷമുണ്ട് ഈ സംഘങ്ങളിലൊക്കെ. ഞാൻ ആ ന്യൂനപക്ഷത്തോട് ചേർന്ന് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ, ഒരാൾ ചോദിച്ച പോലെ ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് പറയാൻ ഞാനാരാ? ഞാനാണോ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന ആൾ? ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്, നിത്യനായ ദൈവത്തിൽ നിന്ന് വേർപെട്ട് പോയാൽ ചെന്നെത്തുന്നത് തീപ്പൊയ്കയിലാണ്. അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകില്ലേ? വർഷങ്ങളോളം ഈ പുസ്തകമൊക്കെ ആയിട്ട് നടന്ന പാസ്റ്റർമാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും. ജഡാഭിലാഷങ്ങളെ താലോലിക്കരുത്, ലോകസ്നേഹത്തെ താലോലിക്കരുത്, കർണരസമാകുമാർ പ്രസംഗിക്കരുത്. കർണരസമാകുമാർ പ്രസംഗിക്കുന്നവരെ അവസാനം കെട്ടിത്തൂക്കുകയല്ല, തൂക്കി എറിയുക അല്ലേ? കർണരസമാകുമാർ പ്രസംഗിച്ച് ജനത്തെ വഞ്ചിച്ച് വഴിതെറ്റിച്ച് ലോകസ്നേഹികളായി തള്ളിക്കളഞ്ഞവരെ നിശ്ചയമായും കനത്ത ന്യായവിധിയാണ് കാത്തിരിക്കുന്നത്, കനത്ത ന്യായവിധി. ദൈവം അനുവദിച്ചാൽ ആ ഭാഗം പെന്തക്കോസ്റ്റും അതിനകത്തുള്ള കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പെയിന്റ് ഇല്ല സഹോദരങ്ങളെ. ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനിരിക്കുന്നവരോടൊക്കെ പറയട്ടെ, ഒരു തുള്ളി പെയിന്റ് നമ്മുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് പെയിന്റ് അടിക്കാനും ഇല്ല, ഒന്നുമില്ല.
യാഥാർത്ഥ്യങ്ങളാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും ദൈവവചനം അനുസരിച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ദൈവസന്നിധി ചെല്ലും, പ്രതിഫലങ്ങൾ വാങ്ങാം. ഇപ്പോൾ വായിച്ച എബ്രായ ലേഖനത്തിലെ വാക്യം എന്നോടും കൂടെയുള്ള വാക്യമാണ്. സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എതിരുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പലതുമുണ്ട്. അപ്പോഴും ആശ്വസിക്കുന്ന എന്താ? മഹാപ്രതിഫലമുള്ള ഈ ധൈര്യം, അത് തള്ളിക്കളയുന്നില്ല. ആ ധൈര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആത്മാവ് തുണ നിൽക്കുകയാണ്. സത്യവചനം ഘോഷിക്കുവാൻ ആത്മാവ് തുണ നിൽക്കുകയാണ്. ഗംഭീരമായൊരു വെളിപ്പാടാണ് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവന്നത്. കൂടാരത്തിലെ വിളക്ക്, ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് ഒഴിക്കേണ്ടത്. അതേസമയം നമ്മൾ പറയുന്ന ഈ സോ കോൾഡ് കൂടാരങ്ങൾ നമ്മുടെ ചുറ്റോട് ചുറ്റും കാണുന്നുണ്ടല്ലോ, മെഗാ കൂടാരങ്ങൾ. ആ കൂടാരങ്ങളിലൊക്കെ ഒലിവെണ്ണ മേടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒലിവെണ്ണ ഇരിപ്പുണ്ട്. ആ ഒലിവെണ്ണയിൽ പ്രസാദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അതിൻ്റെ മാനദണ്ഡം എന്താ? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഇത് ബഹുഭൂരിപക്ഷം പേർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരെല്ലാം പറയുന്നത് അവിടെ എണ്ണയുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒലിവെണ്ണ തന്നെയാണ് പാസ്റ്റർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്നും കാര്യമായില്ല സഹോദരി, നീ പറയുന്ന ഒലിവെണ്ണ കൊണ്ടൊന്നും കാര്യമായില്ല. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ തന്നെ വേണം. ആത്മാക്കൾ ഒത്തിരി ഉണ്ടെന്നേ, പക്ഷെ പരിശുദ്ധാത്മാവ് വേറിട്ട ആത്മാവാണ്. ആത്മാക്കളെല്ലാം ആത്മാക്കൾ തന്നെയാ, എല്ലാം എണ്ണ തന്നെയാ, എല്ലാം ആത്മാക്കൾ തന്നെയാ. പക്ഷേ ശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കണം. അതിന് തിരുവെഴുത്ത് നമുക്ക് തുറന്നു കിട്ടണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവ് എങ്ങനെ ചലിക്കും. ഈ ഒലിവെണ്ണ ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് വചനം വെളിപ്പെട്ട് കിട്ടാത്തത്? ഈ കാര്യങ്ങളുടെ അന്തരം എന്താ പിടികിട്ടാത്തത്? ഈ കാര്യങ്ങളുടെ അന്തരം പിടികിട്ടുന്നുണ്ടോ? അതിന് തെളിവായിട്ട് ഞങ്ങളൊരു 2 വീഡിയോ ഒരു കമ്പാരിസന് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ഒലിവെണ്ണയും ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയും ആ അന്തരം നിങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ വേണ്ടി 2 വീഡിയോസ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അതിൽ ഒന്ന് കോട്ടയത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്ന കൺസേർട്ട്, വലിയ പ്രോഗ്രാം, അതിൻ്റെ വീഡിയോ. ആ വീഡിയോ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് കാണുക. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു വീഡിയോയും കൂടെ കാണിക്കാം. അത് രണ്ടും കൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എവിടെയാ? അതെയോ പിന്നെ എന്താ? സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒലിവെണ്ണയിൽ കത്തിക്കുന്ന വിളക്കിൻ്റെ വീഡിയോയാണ്. ഒലിവെണ്ണയിൽ കത്തിക്കുന്ന തർക്കമൊന്നുമില്ല, ഒലിവെണ്ണ തന്നെയാണ് കത്തിച്ചത്. അപ്പോൾ അതിനോട് സാമ്യം വരുന്ന വേറൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയിലെ ആരാധനയും ക്രിസ്തീയ ജീവിതമൊന്നും ഇങ്ങനെയല്ല. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മുടെ കർത്താവും നമ്മുടെ അപ്പോസ്തലന്മാർ ഇന്ന് വരികയാണെങ്കിൽ ചാട്ടവാറിനടിക്കില്ലേ? നിർമ്മലമായ സുവിശേഷം പറയാൻ ഇതുപോലെ പുകയും ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഇതുപോലെ ലൈറ്റുകൾ ഇട്ടിട്ട് സ്റ്റേജ് പ്രോഗ്രാം പോലെ, അതായത് അതിനെന്താ പറയുക, ലോകക്കാരുടെ വലിയ കൺസേർട്ടുകളൊക്കെ നടക്കില്ലേ, അവിടെ കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള കോമാളിത്തരങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ? അതിനൊക്കെ ഏത് ആത്മാവാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? പരിശുദ്ധാത്മാവാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഇതാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും. ഇന്നത്തെ പെന്തിക്കോസ്റ്റിലെ പല തലമുതിർന്നവരും കൈകോർത്തു ഞങ്ങൾ ഒന്നാണെന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ പോയി കണ്ടെത്താനുള്ളത്, നമ്മൾ ഒന്നാണെന്ന് പറയുന്ന കാര്യം. പക്ഷെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പല ചാപ്റ്ററുകളും പെൻഡിങ്ങിലാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ദിവസം അതിലേക്ക് പോവാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും പിന്നെ പെന്തിക്കോസ്റ്റിലെ കോംപ്രമൈസ് ചെയ്തവരും ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ കച്ച കെട്ടി ഇറങ്ങിയവരും ലൈറ്റും പുകയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ആ കണ്ടത്. ഇനി നിങ്ങൾ ലോകക്കാരുടെ ഒരു വീഡിയോ കണ്ടേ, ലോകക്കാരുടെ തമ്മിലൊന്ന് ചേർത്ത് വെച്ച് നോക്കണം.
ലോകക്കാരുടെ വീഡിയോ കണ്ടു നോക്ക്. ഇത് ലോകക്കാരുടെയാ. സഹോദരങ്ങളെ, 2 വീഡിയോയും നിങ്ങൾ കണ്ടല്ലോ. രണ്ടിടത്തും പുകയുണ്ട്, രണ്ടിടത്തും ലൈറ്റ് ഉണ്ട്. ഈ രണ്ടിടത്തും ഒലിവെണ്ണയുണ്ടെന്നേ. ഇവരുടെയൊക്കെ കയ്യിൽ ഒലിവെണ്ണയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. രണ്ടിടത്തും ലൈറ്റും പുകയുണ്ട്. ഒന്ന് ലോകക്കാരുടെയും ഒന്ന് ലോകം കയറിയ പെന്തിക്കോസുകാരുടെയും ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരുടെ അവിയൽ പ്രോഗ്രാമിനകത്ത് നടന്ന കാര്യമാണ്. രണ്ടിടത്തും ഒരുപോലെയല്ലേ അത് ചലിക്കുന്നത്? രണ്ടിടത്തും ഒലിവെണ്ണയുണ്ട്. പക്ഷെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയല്ല. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് ഉള്ളതെങ്കിൽ ഇവരുടെയൊക്കെ ചെവിക്ക് പിടിക്കില്ല, ചെവിക്ക്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഉത്ഭയമാണ് വരുന്നത്. ഇങ്ങനെ ഒരു ലൈറ്റും ഇങ്ങനെ ഒരു പുകയൊക്കെ ആയിട്ട് നിന്ന് ദൈവമേ, ജീവിതത്തിൽ ദൈവവചനം പറയുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അതിന് കൊറിയ നാളെ കൊണ്ടുവരേണ്ടി വരും, ബാംഗ്ലൂർ നാളെ കൊണ്ടുവരേണ്ടി വരും, കൊട്ടാരക്കര നാളെ കൊണ്ടുവരേണ്ടി വരും, നെടുമ്പ്രത്ത് നാളെ കൊണ്ടുവരേണ്ടി വരും, നാഗമ്പടത്ത് നാളെ കൊണ്ടുവരേണ്ടി വരും. അവരൊക്കെ ഈ ലൈറ്റിലും പുകയിലും നിന്ന് പ്രസംഗിക്കും. യഥാർത്ഥ ഭക്തന്മാർ, പാളയത്തിന് വെളിയിൽ ജീവിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുന്നവർ, അവരാരും ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊന്നും അടുക്കുക പോലുമില്ല, ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊന്നും. ഇവരുടെയൊക്കെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകൾ നമ്മുടെയൊക്കെ മെസ്സേജിനടി വന്ന് കമൻസ് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ നേടിയവരാവരുന്ന്. എങ്ങോട്ട് നേടിയെന്നാണ് പറയുന്നത്? പാളയത്തിന് വെളിയിലേക്കാണോ നേടിയത്? ഈ നേടുന്നവരെയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? പാളയത്തിന് വെളിയിലേക്ക്. ഇവരൊക്കെ നേടിയവരെ പാളയത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നാൽ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് വെളിയിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞാൽ ആ ആളുകൾ വന്ന സ്പീഡിൽ തിരിച്ചു പോകും. അവരെയൊക്കെ മായാലോകത്തിലേക്കല്ലേ വിളിച്ചോണ്ട് വന്നത്? എന്ത് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്? 1 വെച്ചാൽ 2 കിട്ടുമെന്ന് പറഞ്ഞാൽ, അല്ലെ അവസ്ഥ മാറ്റുമെന്ന് പറഞ്ഞാൽ, പലതും മാറ്റുമെന്ന് പറഞ്ഞൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഉയർച്ച തന്നെ നീ പ്രാപിക്കൂ എന്നൊക്കെ പറഞ്ഞല്ലേ കൊണ്ടുവരുന്നത്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പാളയത്തിന് വെളിയിലാണ്. അത് കത്തിത്തീരുകയാണ്. ഇതാണ് യഥാർത്ഥ പെന്തക്കോസ്റ്റ് ടീച്ചിങ്. അതുകൊണ്ട് തർക്കത്തിനും വാദത്തിനൊന്നും ആരും വരണ്ട. വചനം ഉറപ്പിക്കുകയാണ്, ഇവിടെ ഉപദേശത്തെ ഉറപ്പിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ പെന്തിക്കോസ്ത്. പാളയത്തിന് വെളിയിൽ കത്തിയമരുകയാണ്, തിരി കത്തിയമരുകയാണ്, ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണയിൽ മുങ്ങിക്കിടക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ദിവസേന മരിക്കുന്ന ഭക്തന്മാർ അവർ അവിടെ മുങ്ങിക്കിടക്കുകയാണ്, തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ദിവസേന മരിക്കുകയാണ്. അവർ ക്രിസ്തു നിമിത്തം സ്വയത്തിന് മരിക്കുകയാണ്. പാളയത്തിന് വെളിയിലുള്ള അവരുടെ മുദ്രാവാക്യം എന്താ? ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കും. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലെന്ന്, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കും. വരുവാനുള്ളത് അത്രയും ഞാൻ നോക്കി പാർക്കുന്നത്. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. എൻ്റെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരത്തിന് വേണ്ടി ഞാൻ ആവലോടെ നോക്കി പാർക്കുന്നവനാണ്. അതാണ് ഭക്തന്മാരുടെ വിശ്വാസം, ബോധ്യം. അതല്ലേ യഥാർത്ഥ പെന്തക്കോസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേ. നമുക്ക് ആലോചിച്ചുകൊണ്ട് അങ്ങ് പിരിയാം. ഇത് രണ്ടും എന്തെങ്കിലും സാമ്യമുണ്ടോ? എന്തെങ്കിലും ചേർച്ചയുണ്ടോ? എന്തെങ്കിലും പൊരുത്തമുണ്ടോ? ഒരു പൊരുത്തമില്ല സഹോദരങ്ങളെ. ഇനിയും നമ്മുടെ മുമ്പിൽ സബ്ജക്റ്റുകൾ ബാലൻസ് നിൽക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പോകാം. ഇതെല്ലാം കേൾക്കുക. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടതും ഈ ആഴ്ച കേട്ടതും കർത്താവ് വരാൻ താമസിച്ച അടുത്ത ആഴ്ച കേൾക്കുന്നതും ഇതെല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കുക. നമ്മുടെ തലമുതിർന്ന പാസ്റ്റർമാർക്ക്, തല നരച്ചെന്ന് പറയുന്നവർക്ക് ഇതൊന്നും എന്താ മനസ്സിലാകാത്തത്? മനസ്സിലായെങ്കിൽ അവർ രംഗത്ത് വരണ്ടേ? രംഗത്ത് വന്ന് പറയണ്ടേ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളിങ്ങനെ കൂട്ടുകൂടരുത്.
വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊയറെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ കൊണ്ടുപോയി ആ കുട്ടികളുടെ വിശുദ്ധിയും അവരുടെ വിശ്വാസ ജീവിതമൊക്കെ തകർത്ത് കളയരുതെന്നൊക്കെ അവർ പറയണ്ടേ? അവരാരാ പറയുന്നത്? ഒരാളും വാ തുറക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല. അതിന് പകരം നമ്മൾ സംസാരിക്കുന്നതല്ല കേട്ടോ. അവരാരും വായി തുറന്നില്ലെന്ന് കരുതി അതിന് പകരം സംസാരിക്കാൻ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ലഭിക്കപ്പെട്ട ബോധ്യം പരസ്പരം പങ്കുവെക്കുകയാണ്. നമ്മളുടെ മെസ്സേജും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നത്തേതിൽ യൂട്യൂബിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയും ധാരാളം പേര് കാണും. അവരുടെ മുമ്പാകെ നമ്മൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവതരിപ്പിച്ചത്. ഒന്ന് മത്തായി 10, മത്തായി 28. മത്തായി 10 പറയുന്ന കാര്യത്തിനൊന്നും പ്രസക്തിയില്ല, അതിനൊന്നൊരു പ്രാധാന്യമില്ല. പ്രാധാന്യം മത്തായി 28-നാണ്. ദൈവരാജ്യം സ്ഥാപിക്കുക, ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കുക, അവിടെ ക്രിസ്തു രാജാതിരാജാവായി വാഴണം. ഓരോ ജീവിതങ്ങളിലും അവരെ ശിഷ്യന്മാരാക്കണം, അവരെ ക്രിസ്തുവിൻ്റെ തികവിലേക്ക് കൊണ്ടുവരണം. അതിന് പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. അതാണ് പുതിയ നിയമ ശുശ്രൂഷ. അടുത്ത് നമ്മൾ പറഞ്ഞത് പാളയത്തിന് വെളിയിലുള്ള ക്രിസ്തീയ ജീവിതം, നിന്ന് വഹിക്കുന്ന ക്രിസ്തീയ ജീവിതം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതിനു വേണ്ടി നോക്കി പാർക്കുന്നു. അടുത്തതോ പാളയത്തിന് വെളിയിൽ കത്തുന്ന വിളക്ക്, ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. വഞ്ചനയുടെ ലോകം, ഇത് വഞ്ചനയുടെ ലോകമാണ്. ഒലിവെണ്ണ കാണിച്ച് നമ്മളെ പറ്റിക്കും. ഈ വഞ്ചകന്മാര് ദശാംശവും സ്വോത്രകാഴ്ചയൊക്കെ പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്നത് എങ്ങനെയാ? ഒലിവെണ്ണ കാണിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. അതൊരു ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, പക്ഷെ ശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ശുശ്രൂഷകൻ പാളയത്തിന് വെളിയിലായിരിക്കും. അവൻ ലോകത്തിൻ്റെ ആദരം കാത്തിരിക്കുന്നവനല്ല, അവൻ ലോകത്തിൻ്റെ ആദരം കാത്തിരിക്കുന്നവനല്ല, അവൻ ലോകത്തിൻ്റെ സ്നേഹിതരെയല്ല. അവൻ്റെ പ്രസംഗം എന്തായിരിക്കും? കാലം ചുരുങ്ങിയിരിക്കുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ കാലമായിരിക്കുന്നു. പണി പൂർത്തീകരിച്ച് സഭയെ പരിശുദ്ധാത്മാവ് മണവാളന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കാലമായിരിക്കുന്നു. ഇതാണ് നിരന്തരമായ പ്രസംഗം. പ്രസംഗങ്ങൾ അവിടെ വന്നാണ് അവസാനിക്കുന്നത്. എങ്ങനെയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ടാബർനാക്കിൾ പഠിച്ചത്? വാതിൽ തുറന്നു വരുമ്പോൾ കാണുന്നത് ബലിപീഠം. ആ ബലിപീഠം വീണ്ടെടുപ്പിന് വന്ന മശിഹായെ കാണിക്കുന്നു. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടകം നമ്മൾ കാണുന്നു. പെട്ടകം, ബലത്തിൻ പെട്ടകം. അവിടെ നിന്ന് നമ്മൾ ആരെയാണ് കണ്ടത്? വേഗം വരുന്നവനായ മണവാളനെ. അപ്പോൾ പെന്തിക്കോസുകാരുടെ പ്രസംഗം എവിടെ ആരംഭിക്കുന്നത്? ഈ ബലിപീഠത്തിൽ അഥവാ ക്രൂശിൽ ആരംഭിക്കുകയാണ്. അത് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ അവസാനിക്കുകയാണ്. അതായത് വീണ്ടെടുപ്പിന് വന്ന മശിഹ അഥവാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൽ പ്രസംഗം ആരംഭിച്ച് വേഗം വരുന്നവനായ മണവാളനിൽ പ്രസംഗം അവസാനിക്കണം. പ്രസംഗം ആ കോമ്പൗണ്ടിൽ കംപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുക. വെളിയിൽ പോകരുത്. വെളിയിൽ ലോകമാ, ലോകകാര്യം പറയരുത്. ദൈവരാജ്യം മാത്രം. ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് പറയേണ്ടത്. ആ ദൈവരാജ്യത്തിലെ രാജാതിരാജനെ കുറിച്ചാണ് അവിടെ പ്രസംഗിക്കേണ്ടത്. അവൻ്റെ മഹിമയാണ് വെളിപ്പെടുത്തേണ്ടത്. അവനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് വെളിപ്പെടുത്തേണ്ടത്. അല്ലാതെ ലോകകാര്യമല്ല പറയേണ്ടത്. ലോകകാര്യമല്ല പറയേണ്ടത്. അവനോ വളരേണം, ഞാനോ കുറയണം. അതാണ് പെന്തിക്കോസ്ത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് എന്താ? അവനോ കുറയണം, ഞാനോ വളരേണം. അങ്ങനെയല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള അന്തരം അതാണ്. പെന്തിക്കോസിന്റെ ടീച്ചിങ് എന്താ? അവനോ വളരേണം, ഞാനോ കുറയണം. ന്യൂ ജനറേഷൻ എന്താ പറയുന്നത്? ഞാനോ വളരേണം, അവനോ കുറയണം. നോക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. നിസ്സാരമൊന്നും അല്ലെന്ന്, വലിയ അന്തരമാണ്, വലിയ അന്തരമാണ്. ഇന്നും ആ കൃപയിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റേഴ്സ് എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? അകത്തെ മനുഷ്യന് വേണ്ടി പ്രസംഗിക്കും. ന്യൂജന്മാരെന്ത് പ്രസംഗിക്കും? പുറത്തെ മനുഷ്യന് വേണ്ടി പ്രസംഗിക്കും. ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരാളുകളെ വിഭ്രമ ലോകത്ത് കൊണ്ടുപോകും. അതല്ല യഥാർത്ഥ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം. അവനവരെ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന നിലയിൽ ആക്കി തീർക്കും. ഓരോ വിശുദ്ധന്മാരെയും തങ്ങളിവിടെ അന്യരും പരദേശികളുമാണെന്ന് എണ്ണുവാൻ പഠിപ്പിക്കും, പ്രാപ്തരാക്കും. കാരണം എന്നാ? മഹാപ്രതിഫലമുള്ള ധൈര്യം. തള്ളിക്കളയരുത്. മഹാപ്രതിഫലമാണ് കാത്തിരിക്കുന്നത്. ആത്മ കണ്ണുകൊണ്ട് കാണുന്നവർ അതിനുവേണ്ടി എന്തു കഷ്ടവും സഹിക്കാനും അവർ തയ്യാറാണ്. കാരണം കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആ കൃപയിൽ ആശ്രയിച്ച് അവർ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കും. സഹോദരങ്ങളെ, ഈ അന്തരങ്ങൾ നിങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കുക. ഈ അന്തരങ്ങൾ പഠിക്കുക, തിരിച്ചറിയുക. ഇന്ന് നമ്മൾ കണ്ടെത്തിയ ഏറ്റവും സീരിയസ് ആയ കാര്യം എന്ന് പറയുന്നത് ഒലിവെണ്ണയും ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയും തമ്മിൽ വലിയ അന്തരമാണ്. തമ്മിൽ വലിയ അന്തരമാണ്. രണ്ടും പറഞ്ഞു വന്നാൽ ഒരു ഫാമിലിയാണ്. ഒലിവ് ഫാമിലി എന്നാണ് ഈ എണ്ണ വന്നിരിക്കുന്നത്. പക്ഷെ രണ്ടിനും നിലവാരത്തിൽ വ്യത്യാസമുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട്. സത്യവിശ്വാസത്തിലേക്ക് വന്ന് ശരിയായ നിലയിൽ ക്രൂശ് ചുമക്കുന്ന ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. അതേസമയം ഈ പറയുന്ന സത്യവിശ്വാസത്തെ
സ്വീകരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയും. രണ്ടിനെയും കണ്ടാൽ തന്നെ തിരിച്ചറിയാം. അവരോട് ഇടപെടുമ്പോൾ സ്വഭാവവും വെളിപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിച്ചത്. ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക, പിന്നത്തേതിൽ വീണ്ടും ധ്യാനിക്കുക. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മെ മുൻപോട്ട് നയിക്കണം. ബോധ്യങ്ങളുള്ളവരായി, ഉറപ്പും ധൈര്യമുള്ളവരായി, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മെ കർത്താവ് പ്രാപ്തമാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.